शुरुआत करना चाहता हूँ। രണ്ടാം സങ്കീർത്തനം 7-ാം വാക്യത്തിന്റെ രണ്ടാം ഭാഗം. भजन संहिता 2 उसका 7वें वाक्य का दूसरा भाग. നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. तू मेरा पुत्र है, आज तू मुझसे उत्पन्न हुआ. നീ എൻ്റെ പുത്രൻ. तू मेरा पुत्र है. നീ എൻ്റെ പുത്രനായതുകൊണ്ട് എന്നോട് ചോദിച്ചുകൊള്ളുക. तू मेरा पुत्र है इसलिए तू मुझसे पूछ. ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരും. मैं तुझे जाति जाति का अधिकारी बनाऊंगा और सारे लोगों को तेरे अधीन करूंगा. ഒരു മകന് പിതാവിനോട് ചോദിപ്പാനുള്ളതായ അവകാശമുണ്ട്. एक बेटे को अपने पिता से पूछने का अधिकार होता है. ഭൂമിയിൽ മറ്റേതൊരാളോട് ചോദിക്കുന്നതിനേക്കാളും ധൈര്യത്തോടും അവകാശത്തോടും കൂടെ ഒരു പുത്രന് തൻ്റെ പിതാവിനോട് ചോദിപ്പാൻ അവകാശമുണ്ട്. संसार में किसी और मनुष्य से पूछने से ज्यादा एक बेटे को अपने पिता के प्रति पूछने का एक धैर्य होता है, एक अधिकार होता है. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നത്, ഏത് സമയത്തും അബ്ബാപിതാവേ എന്ന് വിളിച്ചുകൊണ്ട് ദൈവകൃപാസനത്തിൻ്റെ അടുക്കലേക്ക് ചെന്ന് നമ്മുടെ ആവശ്യങ്ങളെ അറിയിപ്പാൻ ദൈവം നമുക്ക് പുത്രത്വത്തിന്റെ ആത്മാവിനെ തന്നിരിക്കുന്നു. इसीलिए वचन कहता है कि परमेश्वर ने हमें पुत्र होने का अधिकार दे दिया है कि किसी भी समय हम उसके उस कृपा के सिंहासन के पास जाकर अब्बा पिता कर कर पुकारे. ദൈവം രാജാധിരാജാവാണ്. परमेश्वर जो है राजाधिराज है, राजाओं का राजा है. കർത്താധികർത്താവാണ്. वो प्रभुओं का प्रभु है. ദൈവാധി ദൈവമാണ്. वो देवों में देव है. സകലത്തെയും ശൂന്യതയിൽ നിന്ന് വിളിച്ചു വരുത്തിയവനാണ്. और उसने सब कुछ शून्य से उत्पन्न किया है. സകലത്തിന്റെയും അധികാരിയാണ്. सब चीजों का अधिकारी है वो. സകലതും ദൈവം മൂലം ഉളവായതാണ്. और सब कुछ परमेश्वर से ही उत्पन्न हुआ है. ഈ ദൈവത്തെ കൂടാതെ ഒന്നും ഉളവായിട്ടില്ല. इस परमेश्वर के अलावा इस संसार में कुछ भी उत्पन्न नहीं हुआ है. സകല അധികാരങ്ങളും സകല ഭരണകൂടങ്ങളും ആ ദൈവത്തിന്റെ കീഴിലാണ്. सारे अधिकार सारे सरकार जो है परमेश्वर के अधीन है. ദൈവത്തെ കൂടാതെ ദൈവം അനുവദിക്കാതെ ഭൂമിയിലെ ഒരു അധികാരങ്ങളും നിലനിൽക്കുന്നില്ല. परमेश्वर के इच्छा के बगैर यहाँ इस संसार में कोई भी हुकूमत नहीं चल सकती. ദൈവം ഉവ്വ എന്ന് പറഞ്ഞാൽ ഉവ്വെന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്നുമാണ്. परमेश्वर ने हाँ कहा तो वो हाँ ही ठहरेगा, नहीं कहा तो वो नहीं ठहरेगा. അവൻ ഉളവാകട്ടെ എന്ന് പറഞ്ഞാൽ അതുപോലെ ഉളവാകും. अगर उसने कहा कि उत्पन्न हो जा तो वो उत्पन्न हो जाएगा. അത് അവിടെ വേണ്ട എന്ന് ദൈവം പറഞ്ഞാൽ പറയുന്ന നിമിഷത്തിൽ അത് ഇല്ലാതെയായി തീരും. अगर उसने मना कर दिया तो उसी क्षण वो मना हो जाएगा, वो उत्पन्न नहीं हो पाएगा. ഇത്ര ശക്തിമാനും അധികാരമുള്ളവനുമായ അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രന്മാരും പുത്രിമാരുമായി തീരുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നിരിക്കുകയാണ്. और परमेश्वर ने इतना बड़ा सौभाग्य हम सबको दिया है कि उसके पुत्र और पुत्री कहलाए उस सर्वशक्तिमान, उस सर्व सामर्थी परमेश्वर के पुत्र और पुत्री कहलाए. ഒരു മധ്യസ്ഥനെ കൂടാതെ, एक मध्यस्थता के अलावा, ഇടയ്ക്ക് നിൽക്കുന്ന ഒരു സെക്യൂരിറ്റിയുടെ അനുവാദമില്ലാതെ हमें किसी भी जो है एक मध्यस्थ की आवश्यकता नहीं है. ഒരു വലിയ ആധ്യാത്മിക പുരുഷന്റെ യാതൊരു വിധമായ സഹായവും കൂടാതെ, हमें किसी भी बड़े आत्मिक मनुष्य की मदद के बगैर ഏത് സമയത്തും അബ്ബാപിതാവേ എന്ന് വിളിച്ചുകൊണ്ട്, എന്റെ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് ദൈവത്തിന്റെ അടുക്കലേക്ക് കടന്നു ചെല്ലുവാൻ എനിക്കും നിങ്ങൾക്കും അവകാശമുണ്ട്. ആ അവകാശം നാം ഇന്ന് പകൽ തിരിച്ചറിയണം. हमारे पास ये अधिकार है कि किसी भी समय अब्बा पिता पुकार कर हम उसके पास जा सके. उस अधिकार का हम इस्तेमाल करें. നാം എവിടെ മുഴങ്കാലും അടക്കുന്നു അവിടെ നമ്മുടെ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ മുൻപിലുണ്ട്. ദൈവ നാമത്തിലാണ് നാം മുഴങ്കാൽ മടക്കുന്നതെങ്കിൽ, हम जहां पर परमेश्वर के नाम में अपने घुटनों को टेकते हैं वहां उसकी उपस्थिति हमारे सामने होती है. അതിനൊന്നും തടസ്സമായിരിക്കുന്നില്ല. वो कभी भी हमारे लिए रुकावट का कारण ആർക്കും അതിനെ नहीं बनती. തടയാൻ കഴിയില്ല. और कोई हमें रोक नहीं सकता. ഒരു അധികാരത്തിനും ദൈവത്തിൽ നമ്മെ മാറ്റി നിർത്താൻ കഴിയില്ല. कोई भी अधिकार हमें परमेश्वर से दूर नहीं कर सकता. ഒരു ശക്തിക്കും ദൈവത്തിൽ നമ്മെ അകറ്റി നിർത്താൻ കഴിയില്ല. कोई भी शक्ति हमें परमेश्वर से दूर नहीं कर सकती. ഇവിടെ എഴുതിയിരിക്കുകയാണ്, നീ എന്റെ പുത്രൻ.
यहाँ पर लिखा हुआ है तू मेरा पुत्र है। ഭൂമിയും അതിന്റെ പൂർണ്ണതയും യഹോവയ്ക്കുള്ളതാകുന്നു. संसार में जो कुछ है वो परमेश्वर का है। ഈ ഭൂമിയിലുള്ള സകല മനുഷ്യരും യഹോവയ്ക്കുള്ളതാകുന്നു. इस संसार में सारे मनुष्य परमेश्वर के हैं। ദൈവത്തിന്റെ സ്വരൂപത്തിലും ദൈവത്തിന്റെ സാദൃശ്യത്തിലും ദൈവം സൃഷ്ടിച്ചതാണ് മനുഷ്യനെ. परमेश्वर ने अपने स्वरूप में मनुष्य की सृष्टि की है। ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന് ദൈവം ഫ്രീ വില്ല് കൊടുത്തു. और अपने स्वरूप में रचने वाले इस मनुष्य को परमेश्वर ने जो है आजादी दी है। തനിക്ക് ലഭിച്ചതായ വിവേചന അധികാരവും സ്വയമായി തിരഞ്ഞെടുക്കാൻ കൊടുത്തതായ തിരഞ്ഞെടുപ്പിന്റെ അവകാശവും മനുഷ്യൻ നന്മയ്ക്കല്ല തിന്മയ്ക്കായിട്ട് ആദ്യം തന്നെ ഉപയോഗിച്ചു. और जो आजादी सोचने की परखने की दी गई थी उसका भले कामों के लिए नहीं बल्कि बुरे कामों के लिए मनुष्य ने इस्तेमाल किया। അതുമൂലം ദൈവം മനുഷ്യനിൽ നിന്ന് അകന്നുപോയി. और इसके वजह से मनुष्य परमेश्वर से दूर हो गया। ദൈവ കൽപ്പന ലംഘിച്ച മനുഷ്യൻ അതിനാൽ പാപം ചെയ്തു. और परमेश्वर की आज्ञा को तोड़कर मनुष्य ने पाप किया। പാപത്തിന്റെ ശമ്പളം മരണമാണ്. और पाप का अंत मृत्यु है। മരണമെന്ന വാക്കിന്റെ ശരിയായ അർത്ഥം സെപ്പറേഷൻ എന്നാണ്, വേർപാടെന്നാണ്. मृत्यु का सही अर्थ है विभाजन। പാപം മൂലം മനുഷ്യന്റെ ആത്മാവ് ദൈവത്തിൽ നിന്ന് അകന്നുപോയി. और पाप के वजह से परमेश्वर और मनुष्य का संबंध दूर हो गया। ആ മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കുവാനാണ് ദൈവകുമാരനായ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് ഒരു മനുഷ്യനായി അവതരിച്ച് പാപിയായ മനുഷ്യൻ ചെയ്ത പാപത്തിന്റെ സകല ശിക്ഷയ്ക്കും പകരമായി പ്രായശ്ചിത്ത യാഗമായി കാൽവരിയിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്നത്. और इस संबंध को वापस जोड़ने के लिए बलिदान स्वरूपी रूप में प्रभु यीशु मसीह इस संसार में और उस क्रूस पर अपने आप को बलिदान किया ताकि उस संबंध को फिर से जोड़ सके। ആ യേശുവിന്റെ കാൽവരിയിലെ യാഗം എന്റെ വീണ്ടെടുപ്പിനും എന്റെ രക്ഷയ്ക്കുമാണെന്ന് ആര് വിശ്വസിക്കുന്നുവോ അങ്ങനെ വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ദൈവം തന്റെ മക്കളാകുവാൻ അധികാരം കൊടുത്തു. जो लोग ये विश्वास करते हैं कि प्रभु यीशु मसीह की मृत्यु क्रूस पर बलिदान रूपी थी, उन लोगों को परमेश्वर ने पुत्र और पुत्री कहलाने का अधिकार दिया है। അവനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏത് മനുഷ്യനും ദൈവമക്കളാകുവാൻ ദൈവം അധികാരം കൊടുത്തു. परमेश्वर ने अधिकार दिया है उन लोगों को जो उसे स्वीकार करते हैं, उन्हें पुत्र और पुत्री कहलाने का अधिकार दिया। ആ അധികാരത്തോടെയാണ് നാം ഇന്നിവിടെ ഇരിക്കുന്നത്. और इस अधिकार के साथ आज हम यहाँ पर बैठे നമ്മൾ हैं। മക്കളാണ്, हम बच्चे हैं, നമ്മളെ പുത്രന്മാരും പുത്രിമാരുമാണ്. हम पुत्र और पुत्री हैं। ദൈവം നമ്മോട് ഇന്ന് രാവിലെ പറയുക, परमेश्वर आज सुबह हमसे നീ कहते എന്റെ हैं പുത്രനാണ്, तुम मेरे पुत्र हो, നീ എന്റെ പുത്രിയാണ്, तुम मेरी पुत्री हो, നീ എന്റെ സന്തതിയാണ്. तुम मेरी संतान हो। അതെ, വീണ്ടും എന്റെ അനുഭവത്തിലൂടെ നീ എന്റെ മകനും മകളുമായി തീർന്നിരിക്കുകയാണ്. और उद्धार के अनुभव के द्वारा आप फिर से मेरी संतान ठहर रहे हो। പുത്രത്വത്തിന്റെ അവകാശമുള്ള ദൈവമക്കളോട് ദൈവം പറയുകയാണ്, और परमेश्वर अपने पुत्र और पुत्री से इस प्रकार कह रहा है, ചോദിച്ചുകൊള്ളുക, जो कुछ चाहिए वो पूछ लो, ചോദിച്ചുകൊള്ളുക, जो चाहिए वो पूछ लो, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായി തരും. मैं तुम्हें जातियों के ऊपर अधिकारी ठहराऊंगा। അന്യദേവന്മാരെ ആരാധിച്ച്, और अन्य देवताओं की आराधना करने वाले, വിഗ്രഹങ്ങളെ ആരാധിച്ച്, जो बेजुबान देवी देवताओं की आराधना करने वाले, ജീവനുള്ള ദൈവത്തെ തിരിച്ചറിയാതെ और जीवन भरे उस परमेश्वर को ना जानते हुए പാപത്തിൽ തന്നെ മുഴുകി കഴിയുന്ന, पाप में पड़े हुए पाप में जीने वाले, തെറ്റിന്റെ ഭാഗമായി തെറ്റ് ചെയ്തുകൊണ്ട് തെറ്റിൽ ജീവിക്കുന്ന, തെറ്റിലേക്ക് അനേകരെ നയിക്കുന്ന, पाप में जीवित पाप में रहते हुए और भी लोगों को पाप में ले जाने वाले, ജാതികളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്നു, उन जातियों की तरफ देखकर कह रहे हैं, എന്റെ മകനെ ഞാൻ നിനക്ക് ഇവരെ അവകാശമായി തരുവാൻ പോവുകയാണ്. मेरी संतान मैं तुझे इनके ऊपर अधिकारी അതെ, ठहराऊंगा। ഭൂമിയുടെ അറ്റങ്ങളെ ഞാൻ നിനക്ക് കൈവശമായി തരുവാൻ പോവുകയാണ്. पृथ्वी के कोने कोने के ऊपर मैं तुझे अधिकारी ठहराऊंगा। നിനക്ക് പതിച്ചു തരാൻ പോകുന്ന 100 ഏക്കർ ഭൂമിയുടെ കാര്യമല്ല ഇത്. परमेश्वर जो है आपको इस संसार में 100 एकड़ जमीन देने के बारे में नहीं कह 1000 रहा, ഏക്കർ തോട്ടത്തിന്റെ കാര്യമല്ല ഇത്. और हजारों एकड़ जो है बगीचे के बारे में नहीं कह रहा। അതെ, നീ ദൈവ ശബ്ദം കേട്ട്
और परमेश्वर की आवाज सुनकर, ദൈവത്തെ അനുസരിച്ച്, परमेश्वर के अनुसार चलकर, ദൈവത്തോട് ചേർന്ന്, परमेश्वर के साथ चलकर, ദൈവത്തോട് പ്രാർത്ഥിച്ച്, परमेश्वर से प्रार्थना करके, അതിനുള്ള വിശേഷ കൃപ പ്രാപിച്ച് और उसके जो वरदानों को प्राप्त करके ജാതികളുടെ ഇടയിലേക്ക്, जातियों के बीच में ലോകരാജ്യങ്ങളിലേക്ക്, और संसार के अन्य देशों के बीच में ദൈവ നിയോഗ പ്രകാരം परमेश्वर के नियुक्ति के നീ अनुसार കടന്നു പോകുമെങ്കിൽ आप जाएंगे तो തമ്പുരാൻ പറയുക, परमेश्वर कहते നീ हैं പൊയ്ക്കോ, तुम चले जाओ, നീ വചനം പ്രസംഗിച്ചോ, तुम वचन का प्रचार करो, ഞാൻ നിനക്ക് ആ ജനത്തെ അവകാശമായി തരുവാൻ मैं പോവുകയാണ്. तुम्हें जातियों के बीच में अधिकारी ठहराऊंगा। പാസ്റ്റർ ബാബു ജോൺ, പാസ്റ്റർ ബിജു ജോൺ, അവര് ഇന്ത്യയുടെ തെക്കേ ഭാഗത്തുള്ള ആളുകളാണ്. और परमेश्वर के दास पास्टर बाबू जॉन और बिजू जॉन सर जो हैं वो दक्षिण भाग से आते हैं। ദൈവം തന്റെ വേലയ്ക്കായി അവരെ വിളിച്ചു. और परमेश्वर ने अपनी सेवकाई के लिए उन्हें बुलाया। ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള നിരവധി ആളുകൾ പാസ്റ്റർ ഡേവിഡ് ഉൾപ്പെടെ ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. और यहाँ पर कई परमेश्वर के श्रेष्ठ दास, विशेष तौर पर डेविड सैमुअल सर भी यहाँ हैं। ദൈവവിളി അവർ കേട്ടു, और परमेश्वर की बुलाहट को उन्होंने सुना, ദൈവവിളി അവർ അനുസരിച്ചു, परमेश्वर के जो बुलाहट का उन्होंने पालन किया, അതിനുവേണ്ടി അവർ പുറപ്പെട്ടു. और उसके लिए वो निकल पड़े ഉത്തരേന്ത്യയിലേക്ക് വണ്ടി കയറി. और उत्तर भारत की ओर आए। ഇവിടെ എത്തിച്ചേരാനുള്ള വണ്ടിക്കൂലി അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല. मुझे नहीं पता यहाँ आने तक का खर्चा उनके पास था कि नहीं। അക്കാലത്ത് ഇവിടെ വന്നിട്ട് അവരെങ്ങനെ താമസിച്ചു എന്ന് എനിക്കറിയില്ല. मुझे नहीं पता कि उस समय जब वे आए थे किस प्रकार वे रह रहे थे। പഠിക്കാൻ വന്ന കാലത്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കാര്യങ്ങൾ പോയി കാണും. और पढ़ाई के समय में कैसे भी वो यहाँ पर रह रहे थे। പിന്നീട് ദൈവം ഇവിടെ നിൽക്കാൻ അവരോട് ആവശ്യപ്പെട്ടു. लेकिन फिर परमेश्वर ने कहा कि यही ठहरो। ഭാഷ അറിയാതെ പുറപ്പെട്ടു. और भाषा उन्हें तब आती नहीं थी, तब वे निकले। മാതാപിതാക്കന്മാരെയും സഹോദരങ്ങളെയും വിട്ടു പുറപ്പെട്ടു. और अपने परिवार को, माता पिता भाई बहन सबको छोड़कर निकले। ദേശത്തെയും സംസ്കാരത്തെയും വിട്ടു പുറപ്പെട്ടു. अपने लोगों को, अपनी संस्कृति को छोड़कर निकले। ആസ്വദിച്ചു കഴിച്ചിരുന്ന ഭക്ഷണത്തിന്റെ രീതികൾ മാറി. जिस भोजन का आनंद उठाते थे उसे छोड़कर निकले। വ്യത്യസ്തതയുള്ള ജനവിഭാഗങ്ങളുടെ ഇടയിലേക്ക്, एक अलग जाति के बीच में, വ്യത്യസ്തതയുള്ള ഭാഷകൾ സംസാരിക്കുന്ന വ്യത്യസ്ത സംസ്കാരമുള്ള ആളുകളുടെ ഇടയിലേക്ക്, एक अलग भाषा, एक अलग रीति रिवाज पालन करने वाले लोगों के बीच में ഈ ദൈവദാസന്മാരൊക്കെ കടന്നു വന്നു. ये परमेश्वर के दास आए। ഇന്നലെ ഒരു ദൈവദാസൻ പറഞ്ഞു, कल एक परमेश्वर के दास ने कहा, നോർത്ത് ഇന്ത്യയിലുള്ള ഒരു വിശ്വാസിയെ കിട്ടാൻ കരഞ്ഞു പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന്. उत्तर भारत में एक विश्वासी मिलने के लिए रो रो कर प्रार्थना की। അവർ മുട്ടിന്മേലിരുന്നു. वे घुटनों पर बैठे। ഒരുപക്ഷെ പട്ടിണി കിടന്നു കാണും. एक समय था जब वो भुखमरी में भी थे। ആദ്യകാലങ്ങളിൽ ഭാഷ അറിയാത്തതിന്റെ ബുദ്ധിമുട്ട് വളരെ ഉണ്ടായി കാണും. और शुरुआती दिनों में भाषा उनको पता नहीं थी। വളരെ ക്ലേശങ്ങളിലൂടെ കടന്നുപോയി കാണും. बहुत ही कठिनाई से होते हुए वे गुजरे। ശൂന്യതയുടെ നടുവിലൂടെ ജീവിക്കേണ്ടി വന്നു और കാണും. शून्य अवस्था से होते हुए गुजरे। പക്ഷെ അവർക്കൊന്നുണ്ടായിരുന്നു. लेकिन उनके पास एक चीज था, ദൈവം കൊടുത്തവർ ആത്മഭാരം. परमेश्वर ने जो आत्माओं का बोझ दिया था वो, ആത്മഭാരം ഏറ്റെടുത്തുകൊണ്ട് उस आत्मा के बोझ के साथ ജാതികളിൽ നിന്നും ഗോത്രങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നുമായി ചിതറിക്കിടക്കുന്ന ജനവിഭാഗത്തെ ചൂണ്ടിക്കാണിച്ച് അവരുടെ മാനസാന്തരത്തിനായി ദൈവത്തോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. जातिवाद और भाषावाद में विभाजित लोगों के बीच में जाकर परमेश्वर के सामर्थी वचन के साथ उन्होंने कहा। അനേകർ യേശുവിനെ അറിയുവാനിടയായി. और उसके द्वारा कई लोग मसीह को जानने पाए। അനേകർ യേശുവിലേക്ക് വരുവാനിടയായി. कई लोग मसीह के पास में आए। അങ്ങനെ ദൈവവചനം അറിഞ്ഞ, ദൈവത്തെ അനുസരിച്ച ദൈവ മക്കൾ, ദൈവദാസന്മാർ അവർ അറിഞ്ഞ ആത്മീയ സത്യം മറ്റുള്ളവർക്ക് പങ്കുവച്ചു. ऐसे जानने वाले, उद्धार के विषय में, मसीह के विषय में जानने वाले लोगों के बीच में जाकर उन्होंने वचन को बांटा और लोग विश्वास में आने लगे। അവരും ദൈവസന്നിധിയിലേക്ക് വരാൻ തുടങ്ങി. और वे लोग भी विश्वास में आने लगे। അങ്ങനെ കാലങ്ങളായി സുവിശേഷത്തിന്റെ ദൈവശിഖ കൈമാറിയത് കൊണ്ട് യേശുവിനെ അറിഞ്ഞ് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വന്ന, അതേ രക്ഷയിലേക്ക് കടന്നു വന്ന ദൈവ മക്കളായി തീർന്ന പ്രിയപ്പെട്ടവരാണ് എന്റെ മുൻപിൽ ഇരിക്കുന്നത്. നിങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. इसीलिए मैं परमेश्वर का धन्यवाद करता हूं कि जो वचन आपके बीच में बांटा गया, आपने अंधकार
से रोशनी को चुना, आपने उस वचन को स्वीकार किया, विश्वास किया, और ऐसे लोग आज मेरे सामने बैठे हैं। इसलिए मैं परमेश्वर का धन्यवाद ഇന്ന് അതേ ദൂത് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് പറയുന്നു. और यही वचन आज परमेश्वर की आत्मा आपसे कह रही है, നീ ദൈവത്തിന്റെ മകനാണ്, ദൈവത്തിന്റെ മകളാണ്. आप परमेश्वर के बेटे और बेटी हैं। ഒരു വലിയ ദൗത്യം ദൈവം നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. एक बड़ा दायित्व परमेश्वर ने आपको दिया है। അതിന്റെ ആ വലിയ ഉത്തരവാദിത്വം നീ മനസ്സിലാക്കണം. उसकी गंभीरता आप जरूर समझे। അതിന്റെ സാക്ഷാത്കാരത്തിന് വേണ്ടി, പൂർത്തീകരണത്തിന് വേണ്ടി ദൈവഹിതത്തിന്റെ മുൻപാകെ നിന്നെ സമർപ്പിക്കുവാൻ കഴിയണം. उसको पूर्ण करने के लिए अपने आप को उसकी उपस्थिति में झुकाए। ആരെനിക്ക് വേണ്ടി പോകും, ഞാൻ ആരെ അയക്കേണ്ടു? और कौन मेरे लिए जाएगा, किसे मैं भेज सकता हूं? ഒറ്റ വാചകത്തിൽ മറുപടി. एक ही वाक्य में जवाब आया, അടിയനിതാ, അടിയനെ അയക്കണമേ. मैं यहाँ हूँ, मुझे भेजिए। അടിയനിതാ, അടിയനെ അയക്കണമേ. मैं यहाँ हूँ, आप मुझे भेजिए। നിന്റെ കയ്യിൽ എന്തോ ഉണ്ട്? आपके हाथों में क्या है? ഒന്നുമില്ല. कुछ भी नहीं। വർത്താനം പറയാൻ അറിയാമോ? आपको बातचीत करना आता है? നന്നായി ഭാഷ ഉപയോഗിക്കാൻ അറിയില്ല. अच्छे तरीके से भाषा इस्तेमाल करना आता है? വിദ്യാഭ്യാസമുണ്ടോ? आपके पास पढ़ाई लिखाई है? വളരെ കുറവാണ്. अब बहुत कम है। നല്ലതുപോലെ ദൈവവചനം അറിയാമോ? अच्छे तरीके से परमेश्वर का वचन आता है? അയ്യോ, വേണ്ടും പോലെ അറിയില്ല. नहीं, अच्छे से नहीं आता है। സമ്പത്തുണ്ടോ? आपके पास संपत्ति है? സമ്പത്തില്ല. धन संपत्ति भी नहीं है। അടിസ്ഥാന യോഗ്യതകൾ ഒന്നുമില്ല. एक नींव अच्छी तरीके से नहीं है। ഒരു സുവിശേഷകനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ യോഗ്യത അടിസ്ഥാന യോഗ്യതകൾ ഒന്നും ഇല്ലാതിരിക്കുക എന്നുള്ളതാണ്. एक परमेश्वर के दास की सबसे बड़ी योग्यता ये है कि उसका कोई नींव नहीं होता है। പൗലോസ് പറയുന്നുണ്ടല്ലോ, വിദ്യാസമ്പന്നനാണെങ്കിലും വിദ്യാഭ്യാസമില്ലാത്തവരുടെ ഇടയിൽ ചെല്ലുമ്പോൾ ഞാൻ അവരിൽ ഒരുവനെ പോലെയായി. और पौलुस कहता है, शिक्षित होते हुए भी मैं अशिक्षित लोगों के बीच में जाकर उनके समान बन गया। എന്നോടുള്ള ദൈവത്തിന്റെ കൃപ, और मेरे लिए परमेश्वर की जो कृपा थी, സകലത്തെക്കാളും വലുത് നിന്റെ മേൽ പകരുന്ന ദൈവത്തിന്റെ കൃപയാണ്. ആ ദൈവത്തിന്റെ കൃപയാൽ നീ മുന്നോട്ട് പോകുന്നെങ്കിൽ നിനക്ക് രാജ്യങ്ങളെ അവകാശമാക്കുവാൻ കഴിയും, ജാതികളെ കൈവശമാക്കുവാൻ കഴിയും. सभी चीजों से बढ़कर परमेश्वर की एक कृपा आपके ऊपर है। अगर आप उस कृपा के साथ जाते हैं तो परमेश्वर जाति जाति और देश देश के ऊपर आपको अधिकारी ठहराएगा। എന്റെ സഭയിൽ ഒരു ഉണർവ് വേണം. मेरे कलीसिया में एक बेदारी चाहिए। എന്റെ ദേശത്ത് ഒരു ഉണർവുണ്ടാകണം. मेरे देश में एक जागृति चाहिए। ഒരുപക്ഷെ നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത്, നിങ്ങളുടെ ഗ്രാമത്തിൽ സുവിശേഷ വിരോധികളായുള്ള ആളുകളുടെ എതിരോ ശത്രുതയോ പ്രതിരോധങ്ങളോ ഒക്കെ വളരെ കൂടുതൽ ഉണ്ടായിരിക്കും. आप जिस जगह रहते हैं वहां पर वचन का विरोध करने वाले कई लोग रहेंगे। നിന്റെ ശത്രു ഒരുക്കുന്നതായ കെണികളെയല്ല നീ കാണേണ്ടത്, ദൈവം ഒരുക്കുന്നതായ കൃപയുടെ സംരക്ഷണമാണ്. शत्रु जो आपके लिए जाल बिछा रहा है उस पर ध्यान ना दे, लेकिन परमेश्वर आपके लिए जो मार्ग तैयार कर रहा है उस पर ध्यान दे। ക്രൂശില്ലാതെ കിരീടമില്ല. क्रूस अगर नहीं है तो सिंहासन नहीं है। കഷ്ടതയില്ലാതെ വിജയമില്ല. अगर कष्ट नहीं है तो विजय भी नहीं है। അധ്വാനമില്ലാതെ ഫലമുണ്ടാകയില്ല. अगर परिश्रम नहीं है तो फल नहीं है। പ്രാർത്ഥന കൂടാതെ ഉണർവുണ്ടാകയില്ല. प्रार्थना के अलावा बेदारी नहीं आएगी। ആര് തങ്ങളെ തന്നെ സമർപ്പിക്കും? कौन अपने आप को समर्पित करेगा? ദൈവമേ, എന്റെ സഭയിൽ ഒരു ഉണർവുണ്ടാകണം. परमेश्वर मेरी कलीसिया में एक बेदारी आए। ചുറ്റുമുള്ള ജാതികളിൽ നിന്ന് ചില ആളുകൾ രക്ഷിക്കപ്പെട്ട എന്റെ സഭയിലേക്ക് വരണം. आसपास के जाति के लोग विश्वास में आए, मेरी कलीसिया में आए। വെറുതെ വന്നിരിക്കുന്ന ആളുകളായിട്ട് ആള് കൂടാൻ വന്നിരിക്കുകയല്ല. सिर्फ साधारण रूप से कलीसिया में आकर बैठने वाले लोग അവർ नहीं, ദൈവരാജ്യത്തിന്റെ അവകാശികളായി തീരുക. वे सारे लोग परमेश्वर के राज्य के भागीदार होने पाए। യേശുക്രിസ്തുവിന്റെ മധ്യാകാശത്തിന് മടങ്ങി വരവെങ്കിൽ അവർ കർത്താവിനോട് കൂടെ രൂപാന്തര ശരീരികളായി എടുക്കപ്പെടണം. और प्रभु यीशु मसीह के दूसरे आगमन पर वे रूपांतरण प्राप्त करके प्रभु यीशु मसीह के साथ स्वर्ग में चले जाए। അവരുടെ ദർശനം നിത്യതയായിരിക്കണം. उनका दर्शन, उनका अंतिम जो है अनंत जीवन रहे। അവരുടെ പ്രതീക്ഷയും കാത്തിരിപ്പും നിത്യതയ്ക്ക് വേണ്ടിയായിരിക്കണം. उनका जो प्रतीक्षा है वो सिर्फ और सिर्फ अनंत जीवन के बारे में रहे। അതുകൊണ്ട് ഈ ലോകത്തിലെ സാഹചര്യങ്ങൾ എന്തായാലും അതിനെ അതിജീവിപ്പാനുള്ള ദൈവത്തിന്റെ കൃപയുള്ളതായ സമർപ്പണമുള്ളതായ ഒരു കൂട്ടം ആളുകളെ എന്റെ സഭയിലേക്ക് ദൈവമേ നീ ഒന്ന് കൂട്ടിച്ചേർക്കണം.
ഉണ്ടാകണം. इसीलिए प्रार्थना करें कि कलीसिया में ऐसे लोगों को आप परमेश्वर लाइए जो संसार की कठिनाइयों पर नहीं बल्कि अनंत जीवन की ओर दृष्टि कर कर देखे. ചത്ത സഭയിൽ ഒരിക്കലും ഉണർവുണ്ടാകുകയില്ല. मरी हुई कलीसिया में कभी भी बेदारी नहीं आती है. വേദപുസ്തകത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്. और वचन में इस प्रकार लिखा है, ആകയാൽ ഉറങ്ങുന്നവനെ और जो लोग सो रहे हैं മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉണർന്നെഴുന്നേൽക്കാം. वो मरे हुए लोगों में से जो है वो जिलाए जाएंगे. ആകയാൽ ഉറങ്ങുന്നവനെ इसलिए सोने वालों, മരിച്ചവരുടെ ഇടയിൽ നിന്ന് मरे हुए लोगों के बीच में से ഉണർന്ന് എഴുന്നേൽക്കാം. उठ खड़े हो. മരിച്ചവനാരാ? मरा हुआ कौन है? പാപം മൂലം മരിച്ച മനുഷ്യർ. पाप से मरे हुए मनुष्य. ദൈവസഭ, ദൈവത്തിന്റെ മക്കൾ അവരുടെ ഇടയിൽ ഉറങ്ങുകയാണ്. परमेश्वर की कलीसिया, परमेश्वर की संतान उनके बीच में सो रही है. സഭ ആലസ്യത്തിലാകാൻ പാടില്ല. कलीसिया कभी भी आलसी ना बने. ക്ഷീണം ബാധിച്ചവരായി, സാഹചര്യങ്ങളെ കണ്ട് ഭയന്നവരായി, മനസ്സ് വിറങ്ങലിച്ചവരായി, മാനസിക തകർച്ചയോടെ ഇനി എന്നെ കൊണ്ട് ഇതൊന്നും കഴിയത്തില്ലെന്ന് വിചാരിച്ച് ഒരു മൂലയിൽ ചാഞ്ഞു കിടന്ന് ഉറങ്ങാനല്ല, മയങ്ങാനല്ല ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്. ഉയിര് ഉള്ളവരായി, ഉശിരുള്ളവരായി, ശക്തിയുള്ളവരായി, ഊർജ്ജസ്വലതയുള്ളവരായി ഉണർന്നെഴുന്നേൽക്കുവാനാണ്. थकान से भरे हुए, हर एक परिस्थिति में जो है गिरे हुए, मानसिक तौर पर टूटे हुए अवस्था में रहने के लिए नहीं बल्कि एक नए सामर्थ्य के साथ, एक नई प्रोत्साहन के साथ, उत्साह के साथ खड़े रहने के लिए कलीसिया को बुलाया गया है. ഞാൻ കാര്യം ചോദിക്കട്ടെ? मैं एक बात पूछना चाहता हूँ. ഏറ്റവും ഉണങ്ങിയ അസ്ഥി കഷ്ണങ്ങൾ एकदम सूखी पड़ी हुई हड्डियां ഒരു മഹാസൈന്യമായി മാറി. एक बड़े सेना के रूप में बदल गई. ഉണങ്ങിയ അസ്ഥി കഷ്ണങ്ങൾ സൈന്യമായെങ്കിൽ सूखी हड्डियां अगर बड़ी सेना बन गई तो ഇന്ന് ആലസ്യത്തിലാണെന്ന് സ്വയം ബോധ്യപ്പെടുന്ന ദൈവ പൈതൽ, ദൈവദാസൻ, നീ ഒരു സൈന്യത്തെ പോലെ ഉണർന്നെഴുന്നേൽക്കേണ്ട കാലമാണിത്. അതിനായിട്ട് നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. इसीलिए आलस में पड़ी हुई कलीसिया, आलस में पड़े हुए परमेश्वर के दास, आप खड़े हो जाओ. आप एक बड़ी सेना हो और आप परमेश्वर के लिए बड़े कार्य कर सकते हो. നിന്റെ സഭയിൽ ദൈവത്തിന്റെ വചനം ഉണ്ടാകണം. आपकी कलीसिया में परमेश्वर का वचन होना നിന്റെ चाहिए. സഭയിൽ ആത്മാവിന്റെ ആരാധന ഉണ്ടാകണം. आपकी कलीसिया में पवित्र आत्मा की आराधना होनी നിന്റെ चाहिए. സഭയിൽ അത്ഭുതങ്ങൾ നടക്കണം. आपकी कलीसिया में अद्भुत कार्य होने നിന്റെ चाहिए. സഭയിൽ അതിശയങ്ങൾ നടക്കണം. आपकी कलीसिया में अभिषेक उतरना നിന്റെ चाहिए. സഭയിൽ വീര്യപ്രവർത്തികൾ നടക്കണം. आपकी कलीसिया में महान कार्य होने നിന്റെ चाहिए. സഭയിൽ രോഗശാന്തി ഉണ്ടാകണം. आपकी कलीसिया में रोगों से छुटकारा होना നിന്റെ चाहिए. സഭയിൽ ഭൂതശാന്തി ഉണ്ടാകണം. आपकी कलीसिया में दुष्टात्मा निकलने നിന്റെ चाहिए. സഭാ ജീവനിലെ തുടിപ്പുള്ള ചലിക്കുന്ന സഭയായിരിക്കണം. आपकी कलीसिया आलसी सभा नहीं बल्कि जिंदा सभा बननी चाहिए. സഭയെന്ന് പേര് പറഞ്ഞ് ഉറങ്ങുന്ന ഒരു കൂട്ടത്തെ എന്റെ ദൈവത്തിന് വേണ്ട. कलीसिया का नाम लेकर सोने वाली एक जाति परमेश्वर नहीं चाहता है. ഊർജ്ജസ്വലതയുള്ളവരെയാണ് ദൈവത്തിന് ആവശ്യം. परमेश्वर को उत्साही लोग चाहिए. ശക്തിയുള്ളവരെയാണ് ദൈവത്തിന് ആവശ്യം. सामर्थ्य से भरे हुए लोग चाहिए. ആവേശമുള്ളവരെയാണ് ദൈവത്തിന് उस ആവശ്യം. उत्साह के साथ भरे हुए लोग परमेश्वर चाहता है. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? मैं एक बात पूछना चाहता हूँ. എന്റെ മുമ്പിൽ ഇരിക്കുന്ന നിങ്ങളൊക്കെ എങ്ങനെയുണ്ട്? मेरे सामने बैठे हुए आप लोग कैसे हैं? ഇത് കേട്ടേച്ച് നിങ്ങളെല്ലാം വളരെ നിശബ്ദരായിട്ട് ചെല്ല് താടിക്ക് കൈ കൊടുത്ത്, ചെല്ല് വള്ളച്ചാരി, തോളിലോട്ട് കഴുത്തൊക്കെ ചായച്ച്, ഇങ്ങനെ പല നിലയിൽ നിങ്ങൾ എന്നെ കേട്ടോണ്ടിരിക്കുക. ये सब सुनने के बाद आप सब शांत है. कुछ लोग अपनी दाढ़ी पर हाथ रखे, कुछ लोग जो है एक तरफ मुड़कर बैठे हुए हैं. വെറുതെ കേട്ടേച്ച് പോകരുത്. ये सिर्फ सुनकर अनसुना करके ना चले जाएं. വചനം കേട്ടിട്ട് തങ്ങളെ തന്നെ ചതിക്കുന്നവരായിട്ടല്ല. वचन सुनने के बाद भी अपने आप को धोखा देने वाले के रूप में ना ആ जाए. വചനം അനുസരിക്കുന്നവരായിരിക്കണം നിങ്ങൾ. उस वचन के अनुसार पालन करने वाले लोग आप बने. എന്റെ സഭയിൽ ഞാൻ ആ ഉണർവ് ആഗ്രഹിക്കുന്നു. मेरी कलीसिया में वो बेदारी मैं चाहता हूँ. എന്റെ ദേശത്ത് ഞാൻ ആ ഉണർവ് ആഗ്രഹിക്കുന്നു. मेरे देश में वो जागृति मैं चाहता हूँ. വെറും ആഗ്രഹമല്ല, ആഗ്രഹ പൂർത്തീകരണത്തിനായി എൻ്റെ സഭയിലും ദേശത്ത് ഉണർവുണ്ടാകേണ്ടതിനായി ഞാൻ എന്നെ എങ്ങനെ മാറ്റണമോ ആ രീതിയിൽ രൂപാന്തരപ്പെടുത്തുവാൻ ഞാൻ തയ്യാറാകുന്നു. सिर्फ इच्छा ही नहीं बल्कि उसके पीछे परिश्रम भी करना है कि किस प्रकार से इस बेदारी के लिए मैं लाभदायक हो सकता हूँ, मैं उपयोग में आ सकता हूँ. കർത്താവേ, അതിനുള്ള ദർശനം എനിക്ക് തരണമേ. परमेश्वर उस दर्शन को आप मुझे അതിനുള്ള दीजिए. അഭിഷേകം എനിക്ക് തരണമേ.
उसके लिए जो अभिषेक चाहिए वो मुझे दीजिए। അതിനുള്ള ദൈവശക്തി എന്റെ മേൽ പകരണമേ. उसके लिए परमेश्वर को जो सामर्थ चाहिए वो मुझे दीजिए। അസാധാരണമായ ദൈവപ്രവർത്തികൾ എന്നിലൂടെ വെളിപ്പെടുവാൻ എന്റെ ദൈവമേ എന്നെ ഞാൻ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. परमेश्वर मेरे द्वारा दैविक कार्य होते जाए, इसीलिए मैं अपने आप को आपके सामने समर्पित करता हूं। അസാധാരണമായ ഒരു ദൈവപ്രവർത്തിക്കായി തങ്ങളെ തന്നെ സമർപ്പിക്കുന്ന ദൈവദാസന്മാർ, ദൈവമക്കൾ, ദൈവസന്നിധിയിൽ നിങ്ങൾ അല്പസമയം നിങ്ങളുടെ കരങ്ങളെ അടിച്ചുകൊണ്ട് നിങ്ങളുടെ ദൈവത്തെ ഒന്ന് സ്തുതിക്കുമോ? ऐसे अपने आप को एक दैविक प्रवृत्ति के लिए, एक दैविक कार्य के लिए समर्पण करने वाले लोग एक समय के लिए अपने हाथों को जो है जोड़कर ताली बजाकर परमेश्वर की आराधना करें। ദൈവത്തെ സ്തുതിക്കാം, अपने जुबानों को खोलकर परमेश्वर की आराधना करें, സമർപ്പിക്കാം, अपने जीवन को समर्पित करें, ദൈവത്തിന്റെ കൃപയ്ക്കായി യാചിക്കാം, परमेश्वर के कार्य के लिए समर्पित करें। ദൈവത്തിന്റെ ശക്തി നിങ്ങളുടെ മേൽ പകരട്ടെ. परमेश्वर की शक्ति आपके ऊपर उतरे। അവന്റെ അത്യന്ത കൃപയാൽ ദൈവം നിങ്ങളെ നിറയ്ക്കട്ടെ. परमेश्वर अपने अत्यंत कृपा से आपको भरे। അതിനെന്തു വേണം? उसके लिए क्या चाहिए? വെറുതെ വീട്ടിലിരുന്ന് നോക്കുകയല്ല. साधारण रूप से घर बैठने से नहीं हो। സുവിശേഷീകരണത്തിന് നിങ്ങൾ തയ്യാറാകണം. आपको सुसमाचार के कार्य के लिए तैयार होना। ദൈവത്തിന്റെ വചനം മറ്റുള്ളവരോട് പങ്കുവയ്ക്കണം. परमेश्वर का वचन दूसरों के साथ बांटना है। യേശുവിന്റെ സ്നേഹം മറ്റുള്ളവരോട് പങ്കുവയ്ക്കണം. प्रभु यीशु मसीह के प्रेम को दूसरों को बांटना है। യേശു ക്രിസ്തുവിൽ കൂടെയുള്ള സമാധാനത്തെ കുറിച്ച് ആളുകളോട് പങ്കുവയ്ക്കണം. प्रभु यीशु मसीह के द्वारा आने वाली शांति को दूसरों के साथ बांटना है। യേശു ദൈവമാണ്, അവൻ സ്വർഗത്തിൽ ജീവിക്കുന്നു, തനിക്കായി വേർതിരിച്ച ജനത്തെ ചേർക്കുവാൻ യേശു വീണ്ടും വരുമെന്ന് ജനത്തെ അറിയിക്കണം. लोगों को यह बताना है कि प्रभु यीशु मसीह परमेश्वर है और वो एक दिन मध्य आकाश में अपने लोगों को स्वर्ग की ओर ले जाने के लिए आएगा। അവിടെ ചെല്ലണമെങ്കിൽ अगर वहां जाना है तो നീ ആദ്യം തിരിച്ചറിയണം, आपको सबसे पहले ये पहचानना അയ്യോ है നീ ഒരു പാപിയാണ്. कि आप पापी हैं। അവരുടെ പാപത്തെ അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അവരെ വെറുപ്പിക്കാതെ സ്നേഹത്തോടെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. लोगों के पाप को उनको समझाना जरूरी है। उनको जो है उनसे बैर नहीं रखना है, उनको प्रेम से समझाकर परमेश्वर की ओर निकट लाना ആ है। പാപത്തിന് ശിക്ഷയുണ്ട് എന്ന് അവർക്ക് ബോധ്യപ്പെടണം. और उस पाप के द्वारा आने वाला दंड क्या है उसके बारे में लोगों को पता ആ चले। പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് അവരെ വിടിവിപ്പാനാണ് യേശു മനുഷ്യനായി ഭൂമിയിൽ വന്നതെന്നും കഷ്ടം അനുഭവിച്ചതെന്നും കാൽവറിയിൽ യാഗമായതെന്നും അവരെ ബോധ്യപ്പെടുത്തണം. लोगों को ये बताना है कि पाप के उस दंड से छुड़ाने के लिए प्रभु यीशु मसीह संसार में आए और अपने आप को उस क्रूस पर बलिदान कर दिया। എത്ര ബുദ്ധിപൂർവം പഠിച്ചു പറഞ്ഞാലും ഒരാൾ പോലും അംഗീകരിക്കണമെന്നില്ല. कितने भी पढ़ाई आप क्यों ना कर ले, लोग विश्वास करे ऐसा जरूरी नहीं है। പക്ഷെ നീ മുട്ടിന്മേലിരുന്ന് പ്രാർത്ഥിച്ച് ദൈവകൃപ പ്രാപിച്ചുകൊണ്ട് ആ ദൈവകൃപയോടുകൂടെ പോകുമ്പോൾ നിന്റെ വാക്കിന്റെ പ്രത്യേകത കൊണ്ടല്ല, നിന്നിൽ കൂടെ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ കൃപ കൊണ്ട് ആ ദൈവത്തിന്റെ വചനം കേൾവിക്കാരന്റെ ഹൃദയത്തിൽ ആഴമായി രൂഢമൂലമായി പതിയും. അത് അവരെ മാനസാന്തരത്തിലേക്ക് നയിക്കും. आप लेकिन जब घुटने पर बैठते हैं, आपके मुंह से निकलने वाले वचन के द्वारा नहीं, आपके अंदर पवित्र आत्मा का जो सामर्थ्य है उसके द्वारा बड़े बड़े आश्चर्य कर्म होंगे। അത് സംഭവിക്കണമെങ്കിൽ अगर ऐसा होना है तो അതിനുള്ള സമർപ്പണം നിനക്കുണ്ടാകണം. आपको अपने आप को समर्पित करना है, ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കണം. परमेश्वर के हाथों में अपने आप को सौंपना കർത്താവേ, है। ഇനി ഞാനല്ല, परमेश्वर अब मैं नहीं, നീയാണ്. आप हैं। ഇനി എന്റെ ഹിതമല്ല, मेरी इच्छा नहीं, അങ്ങയുടെ ഹിതമാണ്. आपकी इच्छा है। ഇനി എന്റെ ആലോചന പ്രകാരമല്ല, मेरे तरीकों से नहीं, അങ്ങയുടെ ആലോചന പ്രകാരമാണ്. आपके तरीकों से। നമ്മെ പൂർണ്ണമായി ദൈവത്തിന്റെ ഇഷ്ടത്തിനായി, ദൈവഹിതത്തിനായി ദൈവകരങ്ങളിൽ സമർപ്പിക്കണം. पूर्ण रूप से परमेश्वर की इच्छा के लिए, उसकी मर्जी के लिए हम अपने आप को समर्पित കർത്താവേ, करें। നിന്റെ ഇഷ്ടത്തിനായി ഞാൻ പൂർണ്ണമായി എന്നെ സമർപ്പിക്കുന്നു എന്ന് പറയാൻ എത്ര പേർക്ക് കഴിയും? आप में से कितने लोग आज तैयार है कि परमेश्वर आपकी इच्छा के लिए समर्पित करने के लिए मैं आज तैयार हूं? എവിടെയാണോ പൂർണ്ണമായി സമർപ്പിച്ച ഭക്തന്മാരുണ്ടായിരുന്നത് അവിടെയാണ് വലിയ ഉണർവുകൾ ഉണ്ടായിട്ടുള്ളത്. जहां पर पूरे तरीके से लोगों ने अपने आप को समर्पित किया, वहीं से बेदारी उठी है। ലോകത്തിലെ ഉണർവിന്റെ ചരിത്രം പഠിച്ചേ, अगर आप बेदारी के इतिहास को पढ़ते हैं तो സാധാരണക്കാരെ ദൈവം അസാധാരണമായി ഉപയോഗിച്ചിട്ടുണ്ട്. साधारण लोग को असाधारण तरीके से परमेश्वर ने इस्तेमाल किया। സാധാരണക്കാരനെ അസാധാരണക്കാരായി മാറ്റണമെങ്കിൽ
ചെയ്യണമെങ്കിൽ അതിന് ഒരു സമർപ്പണം ആവശ്യമാണ്. साधारण लोग को असाधारण बनाना है तो उसके लिए सबसे पहले समर्पित होना जरूरी है. സമർപ്പണമുള്ളവൻ വെറുതെ ഇരിക്കത്തില്ല. अगर आप समर्पित हैं तो आप शांत नहीं बैठेंगे. അവൻ ദൈവസന്നിധിയിൽ മുട്ടുമടക്കും. वो परमेश्वर के उपस्थिति में घुटनों को അവൻ टेकेंगे ദൈവത്തോട് പ്രാർത്ഥിക്കും. और वो प्रार्थना करेंगे. ദിവസം 3 മണിക്കൂർ പ്രാർത്ഥിക്കുന്ന ഭക്തന്മാരെ എനിക്കറിയാം. मुझे ऐसे लोगों के बारे में पता है जो दिन में 3 घंटे प्रार्थना 4 മണിക്കൂർ പ്രാർത്ഥിക്കുന്ന ആളുകളെ എനിക്കറിയാം. 4 घंटे प्रार्थना करने वाले लोगों को मैं जानता हूं. കൊറിയയിൽ ഡേവിഡ് യോങ്കിച്ചോയുടെ നേതൃത്വത്തിൽ വലിയ ഉണർവുണ്ടായി. और कोरिया में जो है डेविड योंगिचो के द्वारा एक बड़ी बेदारी आई അദ്ദേഹത്തിന്റെ സഭ ദിനം പ്രതി വളർന്നുകൊണ്ടിരുന്നു. और दिन ब दिन जो है उनकी कलीसिया बढ़ती गई. അതിന്റെ പ്രധാന കാരണം എന്താണെന്ന് അറിയാമോ? उसका सबसे बड़ा कारण क्या है आपको पता है? മണിക്കൂറുകൾ മണിക്കൂറുകൾ घंटों घंटों മുട്ടിന്മേലിരുന്ന് പ്രാർത്ഥിക്കുന്ന घुटने में बैठकर प्रार्थना करने वाले ആയിരക്കണക്കിന് ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. हजारों हजारों लोग वहां उपस्थित थे. വേറെ ഒരു ലക്ഷ്യവുമില്ല, कोई और लक्ष्य नहीं है, വേറെ ശ്രദ്ധയില്ല, कोई और जगह मन भटक नहीं रहा ഭൗതിക है, ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല, और जो है संसारिक चीजों के लिए नहीं, സ്വന്തം വ്യക്തിപരമായ ആവശ്യത്തിനോ കുടുംബത്തിന്റെ ആവശ്യത്തിനോ വേണ്ടിയല്ല, अपने व्यक्तिगत और पारिवारिक जरूरतों के लिए ജനത്തിന്റെ नहीं, മാനസാന്തരത്തിനു വേണ്ടി, और लोगों के उद्धार के लिए, പാപമോചനത്തിനു വേണ്ടി, पाप से छुटकारा के लिए, അവർ ദൈവമക്കളായി തീരുന്നതിന് വേണ്ടി, वो लोग परमेश्वर की संतान बन जाए, അവരുടെ മേൽ ദൈവത്തിന്റെ കൃപ പകരേണ്ടതിനു വേണ്ടി, परमेश्वर की कृपा उन पे उतरे, അവരെയും ദൈവം ഒരു സൈന്യമായി എഴുന്നേൽപ്പിക്കേണ്ടതിനു വേണ്ടി, और लोगों को परमेश्वर अपनी सेना के रूप में खड़ा करे, इसके लिए ഭാരത്തോടെ പ്രാർത്ഥിക്കുന്ന ജനക്കൂട്ടം, आत्माओं के उस बोझ के साथ प्रार्थना करने वाली एक झुंड, ഭാരത്തോടെ പ്രാർത്ഥിക്കുന്ന ജനക്കൂട്ടം. आत्मा के बोझ के साथ प्रार्थना करने वाली നിന്റെ झुंड. പ്രാർത്ഥനയ്ക്ക് ആദ്യം ഒന്നും വലിയ റിസൾട്ട് ഉണ്ടാകത്തില്ലെന്നേ. और शुरुआत में जो है बड़ा एक नतीजा नहीं आएगा, മടുത്തു പോകാതെ പ്രാർത്ഥിപ്പാനാ ദൈവത്തിന്റെ വചനം. लेकिन बिना थके बिना हार माने प्रार्थना में लगे रहें, മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. और बिना थके बिना हारे प्रार्थना में लौलीन रहे. ആദ്യത്തെ 100 ദിവസം നിനക്ക് റിസൾട്ട് ഉണ്ടാകത്തില്ല. और पहले 100 दिनों में जो है नतीजा नहीं आएगा, 200 ദിവസം നിനക്ക് റിസൾട്ട് ഉണ്ടാകത്തില്ല. 200 दिन में नतीजा नहीं ഒരു आएगा. കാര്യത്തിൽ ഞാൻ സന്തോഷിക്കുന്നു. लेकिन एक बात पे मैं आनंद उठाता हूँ, ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും और दुनिया के हर एक भाग में നൂറുകണക്കിന് ആളുകൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന നിരന്തരമായ പ്രാർത്ഥനാ ചങ്ങലകളുണ്ട്. सैकड़ों लोग इकट्ठा होकर प्रार्थना करने वाला एक प्रेयर चेन दुनिया के हर एक कोने में है. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പ്രയർ ലൈനുകളുണ്ട്. और ऐसे प्रेयर लाइन मौजूद है जो 24 घंटे कार्य कर रहे हैं. ഒരു കൂട്ടം ആളുകൾ നിങ്ങൾ അറിയാത്തവർ ഈ യോഗത്തിന്റെ അനുഗ്രഹത്തിനായി കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നു. आप जिन लोगों को नहीं जानते वे लोग इस मीटिंग के आशीष के लिए घंटों तक पिछले कई हफ्तों से प्रार्थना कर रहे हैं. കൊറോണയുടെ തീവ്രതയുണ്ടായപ്പോൾ, कोरोना जब अपने तीव्र रूप में था, അതിന്റെ സെക്കൻഡ് വേവ് ആരംഭിച്ചപ്പോൾ, उसका जो दूसरा वेव जब आया, ദൈവത്തിന്റെ ആത്മാവിന്റെ മനസ്സിൽ തന്നെ ഒരു പ്രേരണ അനുസരിച്ച് परमेश्वर की आत्मा ने मेरे मन में एक विचार दिया. എല്ലാ ദിവസവും വൈകിട്ട് 9:30 മുതൽ 10:30 വരെ ഒരു പ്രാർത്ഥന ഞാൻ നടത്തുന്നുണ്ട്. हर रात को 9:30 बजे से लेकर 10:30 बजे तक प्रार्थना करने के लिए. ഒരുപക്ഷെ എനിക്ക് നടത്താൻ കഴിയില്ലെങ്കിൽ മറ്റൊരാൾ അത് നടത്തും. अगर मैं इसे नहीं चला सकता तो कोई और चलाता था. സൂമിലാണ് അത് നടത്തുന്നത്. और जूम में ये मीटिंग होती थी. ലോകത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള ആളുകൾ അതിൽ കയറും. संसार के कई कोनों से लोग इस मीटिंग में जुड़ते ആ थे. മീറ്റിംഗിൽ പ്രസംഗമില്ല, പാട്ടില്ല, और इस मीटिंग में जो है गाना नहीं है, प्रचार नहीं है, പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. सिर्फ और सिर्फ प्रार्थना है. പ്രാർത്ഥനയല്ലാതെ വേറൊന്നില്ല. प्रार्थना के अलावा और कुछ भी नहीं है. വളരെ കുറച്ചു പേരെ അതിലുള്ളൂ. और बहुत कम लोग वहां पर मौजूद വളരെ थे. കുറച്ചു പേര് മാത്രം. बहुत कम लोग इकट्ठा പക്ഷെ होते അവർ थे. കണ്ണുനീരോട് लेकिन പ്രാർത്ഥിക്കുന്നവരാണ്. वो आंसुओं के साथ प्रार्थना ഉറച്ച करते थे. നിലവിളിയോടെ और പ്രാർത്ഥിക്കുന്നവരാണ്. वो रो कर चिल्ला कर प्रार्थना ആ करते 1 थे. മണിക്കൂർ മാത്രമല്ലേ അവർ പ്രാർത്ഥിക്കുന്നത്. सिर्फ 1 घंटा वो प्रार्थना नहीं അത് करते കഴിഞ്ഞ് थे. സമയം വേർതിരിച്ച് പ്രാർത്ഥിക്കുന്നവരാണ്. उसके बाद भी वो समय निकाल कर प्रार्थना करते थे. രാത്രിയിൽ നടക്കുന്ന ആ പ്രാർത്ഥനയിൽ പറയുന്ന വിഷയങ്ങൾ പിന്നീട് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചിട്ട് അതിന്റെ വിടുതലിന്റെ റിസൾട്ട് ആയോ എന്നറിയാൻ അവരിൽ പലരും കൂടെ വിളിക്കാറുണ്ട്. और उस 1 घंटे में जो विषयों के लिए प्रार्थना करते थे उसके अलावा भी समय निकाल कर प्रार्थना करते थे. और उसका नतीजा क्या निकला
ഏകദേശം बार बार मुझसे पूछते थे। ഏകദേശം 700 ദിവസത്തോട് അടുക്കുകയാണ്. നിരന്തരമായി എല്ലാ ദിവസവും ഈ പ്രാർത്ഥന നടന്നു വരുന്നു. लगभग 700 दिन होने वाले आज भी ये प्रार्थना मीटिंग चल रही है। കഴിഞ്ഞ രാത്രിയിലും ഈ യോഗത്തിന്റെ അനുഗ്രഹത്തിനായും അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. और कल रात को भी इस मीटिंग के आशीष के लिए उन्होंने प्रार्थना നമ്മുടെ की। പ്രാദേശിക സഭകൾ പ്രാർത്ഥിക്കുന്ന സഭകളായിരിക്കണം. हमारी कलीसियाएं प्रार्थना करने वाली कलीसियाएं बने। ദൈവദാസന്മാർ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. हमारे परमेश्वर के दास प्रार्थना करने वाले बने। ദൈവ മക്കൾ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. परमेश्वर के लोग प्रार्थना करने वाले बने। ആത്മഭാരത്തോടെ आत्मा के बोझ के साथ, ജനത്തിന്റെ പാപമോചനത്തിനു വേണ്ടി, लोगों के पाप के छुटकारे के लिए ദേശത്തിന്റെ പാപമോചനത്തിനു വേണ്ടി, और देश के पाप के छुटकारे के लिए, ദൈവിക സമാധാനം ജനങ്ങളിലേക്ക് വരേണ്ടതിനു വേണ്ടി लोगों के बीच में परमेश्वर की शांति आए, इसके लिए ആത്മാർത്ഥതയോട് ദൈവത്തോട് പ്രാർത്ഥിക്കണം. विश्वास योग्यता के साथ प्रार्थना करें। അടുത്തത് പ്രാർത്ഥിക്കുന്നവൻ എന്തു വേണം? और अगला प्रार्थना करने वाले को क्या चाहिए? ദർശനം ഉണ്ടായിരിക്കണം. उसके पास एक दर्शन रहना അതിനൊരു चाहिए, പ്ലാനിങ് ഉണ്ടായിരിക്കണം. उसके पास एक योजना रहनी चाहिए ദൈവഹിതപ്രകാരമുള്ള പ്ലാനിങ്ങാ. और परमेश्वर की इच्छा के अनुसार एक योजना। നിന്റെ ബുദ്ധി അനുസരിച്ചുള്ള പദ്ധതിയല്ല, മറിച്ച് ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്ന ദർശനത്തിനനുസരിച്ച് ആ ദർശനത്തിന്റെ സാക്ഷാത്കാരത്തിന് വേണ്ടി പ്രാർത്ഥനയോടെ നിന്നെ ഏൽപ്പിക്കാൻ കഴിയണം. और आपके बुद्धि के अनुसार बनी हुई एक योजना नहीं, बल्कि परमेश्वर के बुद्धि के अनुसार बनी हुई योजना और उसको सफल करने के लिए प्रार्थना करना है। സാധാരണ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ദൈവത്തോട് ദരിദ്ര കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. साधारण रूप से जब हम प्रार्थना करते हैं तो लगातार हम परमेश्वर से कुछ ना कुछ बोलते रहते हैं। ദൈവം പറയുന്നത് കേൾക്കാൻ നിനക്ക് മനസ്സുണ്ടോ? लेकिन परमेश्वर जो आपसे कहना चाहता है, क्या आप उसको सुनने के लिए तैयार ചില हैं? മിനിറ്റുകൾക്ക് മുൻപ് പാസ്റ്റർ ജെഫ് ഇവിടെ പറഞ്ഞ ഒരു വാചകമുണ്ട്. कुछ समय पहले परमेश्वर के दास पास्टर जेफ ने एक चीज എന്റെ कहा। ക്വയറ്റ് ടൈമിൽ ഞാൻ ധ്യാനിച്ചുകൊണ്ട് ദൈവസന്നിധിയിലായിരുന്നപ്പോൾ ദൈവം എന്നോട് ഇന്ന് രാവിലെ സംസാരിച്ചു. मेरे शांत समय में मैं जब बैठा हुआ था तो परमेश्वर ने मुझसे बात किया। നീ അങ്ങോട്ട് പറയുക മാത്രമല്ല, क्या आप सिर्फ उस तरफ परमेश्वर के तरफ ना बोले, ദൈവത്തിന് നിന്നോട് സംസാരിപ്പാനുണ്ട്. लेकिन परमेश्वर आपसे कुछ बात करना चाहता है। ദൈവത്തിന് തന്റെ ഹിതം നിന്നെ അറിയിപ്പാനുണ്ട്. परमेश्वर अपनी इच्छा को प्रकट करना चाहता है। ദൈവസന്നിധിയിൽ നിന്ന് ദൈവ ശബ്ദം കേൾക്കുവാൻ നിന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. परमेश्वर की उपस्थिति में उसके वचन को सुनने के लिए अपने आप को समर्पित ദൈവത്തിൽ करें। നിന്ന് കേൾക്കണം. परमेश्वर से सुनना जरूरी है। ദൈവിക ദർശനം പ്രാപിക്കണം. परमेश्वर के दर्शन को प्राप्त करना जरूरी है। ദൈവഹിതപ്രകാരം നിന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. परमेश्वर की इच्छा के अनुसार समर्पित करना है। ദൈവത്തിൽ നിന്ന് കേൾക്കുന്നതും ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്ന ദൈവിക ദർശനവും അനുസരിച്ചാണ് നിന്റെ പ്രവർത്തനത്തിന് നീ പദ്ധതി ഒരുക്കേണ്ടത്. परमेश्वर से प्रार्थना कर कर उसकी इच्छा को जानकर उस हिसाब से आपको अपना कार्य करना है, योजनाएं बनानी है। അതിന് നിന്നെ ഏൽപ്പിക്കണം. उसके लिए अपने आप को समर्पित ഇതെല്ലാം करना है। ഉണ്ടെങ്കിലും അവിടെ കൊണ്ട് തീരുകയില്ല. लेकिन यही पर खत्म नहीं हो रहा है। അതിനുള്ളതായ ഒരു സമർപ്പണം നിനക്ക് വേണം. उसके लिए अपने आप को समर्पित करना है। അതിനൊരു വാക്കുകൂടെ ഞാൻ കടത്തി പറയട്ടെ, സഹിഷ്ണുത വേണം. उसके लिए जो है धैर्य धीरज चाहिए। ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ, ദൈവത്തിന്റെ ഇഷ്ടം ദൈവഹിതപ്രകാരമുള്ളത് പ്രാപിപ്പാൻ നിനക്ക് ഒരു സഹിഷ്ണുത ആവശ്യമാണ്. अगर परमेश्वर के इच्छा के अनुसार कुछ भी पाना है तो बहुत ही ज्यादा संयम और धीरज बरतना जरूरी है। ആ ഒരു സബ്മിഷനോടുകൂടെ, സമർപ്പണത്തോടുകൂടെ, ദൈവഹിതത്തിനായുള്ള ഏൽപ്പിച്ചു കൊടുക്കലോടുകൂടെ നീ ദൈവകരങ്ങളിൽ നിന്നെ ഏൽപ്പിച്ച് അതിനു വേണ്ടിയുള്ളതായ ഒരു പദ്ധതി തയ്യാറാക്കി നീ മുന്നോട്ട് പോകുമെങ്കിൽ അവിടെയാണ് ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നത്. अगर परमेश्वर की इच्छा को जानकर उसकी योजना के अनुसार आप कार्य करने के लिए निकलते तो वहां उसके कार्य, परमेश्वर के कार्य प्रकट होते हैं। ഇതെല്ലാം ചെയ്തു കഴിയുമ്പോഴേ, लेकिन ये सब जब हो जाएगा तब അയ്യോ ഞാൻ എന്തോ ആയെന്നൊരു ആത്മീയ നിഗളം നിനക്ക് സംഭവിക്കും. आपके मन में एक घमंड आएगा कि मैं कुछ बन गया हूं। വരരുത്. लेकिन ये आना नहीं चाहिए। ആത്മഭാരമകത്തുണ്ടെങ്കിൽ, आपके अंदर अगर आत्माओं का बोझ है तो നിത്യ നരകത്തിലേക്ക് പോകുന്ന മനുഷ്യന് വരാൻ പോകുന്ന തീവ്രമായ തകർച്ചയെക്കുറിച്ചുള്ള ആ വേദന നിന്റെ ഹൃദയത്തെ മഥിക്കുന്നുവെങ്കിൽ, अगर आपके अंदर नाश होने वाले आत्माओं के प्रति, नरक की ओर जाने वाले लोगों के प्रति एक वेदना है, एक दर्द है तो നിന്റെ ഹൃദയം തകരും.
आपका हृदय जो है वो टूटेगा। ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്തവന് വേണ്ടി, जीवन में जिसको नहीं देखा है उसके लिए, ഒരിക്കലും കേട്ടിട്ടില്ലാത്തവന് വേണ്ടി, जिसके बारे में अभी तक सुना नहीं है उसके लिए, ദിനേന കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് വേണ്ടി, जिसको देख रहे हैं उसके लिए, പാപത്തിന്റെ മൂർധന്യതയിൽ ജീവിക്കുന്ന ഒരുത്തനു വേണ്ടി, पाप में पड़े हुए लोगों के लिए, അവന്റെ നരകത്തിലെ തകർച്ച ഓർത്ത് അവനെ കുറിച്ച് നിനക്ക് ആത്മഭാരമുണ്ടായി തകർന്ന ഹൃദയത്തോടെ കണ്ണുനീരോടെ പ്രാർത്ഥിപ്പാൻ നിനക്ക് കഴിയണം. नरक में उनकी हालात किस प्रकार रहेगी ये जानकर एक बड़े दर्द के साथ, बोझ के साथ, आप आंसुओं के साथ प्रार्थना करें। ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി, आत्माओं के छुटकारे के लिए മുട്ടിന്മേലിരുന്ന് घुटने पर बैठकर ഏങ്ങലടിച്ച് കരഞ്ഞ് 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 ദൈവത്തോട് നിലവിളിക്കുന്ന അനവധി ഭക്തന്മാരുണ്ട്. विलाप करके रो रो कर प्रार्थना करने वाले कई परमेश्वर के दास हैं। കർത്താവേ, അവരിൽ ഒരാളായി എന്നെ മാറ്റണമേ. परमेश्वर उनमें से एक मुझे आप बनाए। കരയാനും നിലവിളിക്കാനുമുള്ള കൃപ എനിക്ക് തരണമേ. रोने का और विलाप करने का आत्मा आप मुझे दे। ആത്മഭാരം എനിക്ക് തരണമേ. आत्माओं का बोझ आप मुझे दे। ഓ, നശിച്ചു പോകുന്ന ആത്മാക്കളെ നേടുവാനുള്ളതായ ഒരു വലിയ താല്പര്യം എനിക്ക് തരണമേ. नष्ट होने वाली आत्माओं को हासिल करने का एक सामर्थ्य आप मुझे दे। ഉറങ്ങുന്നവനെ ദൈവത്തിന് വേണ്ട. सोने वाले लोगों को परमेश्वर नहीं ഉള്ള चाहता। സൗകര്യങ്ങളിൽ സംതൃപ്തിപ്പെട്ട് മതി മതി എന്ന് പറഞ്ഞ് ആലസ്യത്തിൽ നടക്കുന്നവനെ ദൈവത്തിന് വേണ്ട. जो अपने सुख सुविधा में आलसपन दिखा रहे हैं ऐसे लोग परमेश्वर नहीं चाहता है। 100 പേരുള്ള 100 വിശ്വാസികളുടെ ഒരു സഭയുണ്ട്, അത്യാവശ്യ വരുമാനമുണ്ട്, ഇതൊക്കെ മതി, ഇതിൽ കൂടിയ ഒരു ബാർഡൻ ഏറ്റെടുക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നവനെ ദൈവത്തിന് വേണ്ട. 100 लोगों की कलीसिया है, महीने का खर्च निकल जा रहा है, इससे ज्यादा दायित्व नहीं चाहिए, ऐसे लोग परमेश्वर नहीं चाहता। ഒരുപക്ഷെ നീ വിചാരിക്കും ഞാൻ ഒരു സാധാരണ മനുഷ്യനാണ്, എന്നെ കൊണ്ടൊന്നും നടക്കുകയില്ല, എന്റെ ദൈവത്തിന് എന്നെ കൊണ്ട് വലിയ കാര്യമൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന്. एक समय आप सोचेंगे कि मैं एक साधारण व्यक्ति हूं, मैं बड़े कार्य नहीं कर सकता, परमेश्वर मेरे प्रति ऐसी योजना नहीं रखता है। അയ്യോ, നീ നടന്നു പോകുന്നിടത്ത് आप जहां चलते हैं, आप जहां जाते हैं, ദൈവത്തിന് നിന്നെ ഉപയോഗിക്കാൻ കഴിയും. परमेश्वर आपको इस्तेमाल कर सकता है। ദൈവത്തിന് നിന്നെ ഉപയോഗിക്കാൻ കഴിയും. परमेश्वर आपको इस्तेमाल कर सकता है। ദൈവത്തിന് നിന്നെ ഉപയോഗിക്കാൻ കഴിയും. परमेश्वर आपको इस्तेमाल कर നല്ല सकता ചെറുപ്പക്കാര് പെട്ടെന്ന് വീണ് പിടഞ്ഞു മരിക്കുന്ന ഒരു കാലമാണിത്. है। ऐसा एक समय है जब युवा लोग जो है जल्दी मर रहे हैं। ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മകനും ഒരു ഹോട്ടലിൽ, ഒരു റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. मैं, मेरी पत्नी और मेरा बेटा, हम लोग एक होटल में खाना खा रहे थे। ചെറുപ്പക്കാരായ ഒരു ദമ്പതികൾ അവരുടെ 4 കുഞ്ഞുങ്ങളുമായി അവിടേക്ക് കഴിക്കാൻ വന്നു. एक नव दंपति अपने बच्चों के साथ वहां पर खाना खाने के लिए आए। ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ खाना खा रहे थे तभी ആ സ്ത്രീ പെട്ടെന്ന് കുഴഞ്ഞു നിലത്ത് വീണു. वो औरत जो है वो अचानक से गिर गई, ബോധം നഷ്ടപ്പെട്ടു. वो बेहोश हो गई। ഹോട്ടലാണ്. होटल है, മക്കൾ അലമുറയിട്ട് കരയാൻ തുടങ്ങി. बच्चे जो है रोने लग गए। ആ മനുഷ്യൻ നാട്ടുകാരനല്ല, പാലായിൽ നിന്ന് തിരുവനന്തപുരത്ത് പോകുക, സംഭവിക്കുന്നത് കൊട്ടാരക്കരയാണ്. और वो व्यक्ति जो है वो उस जगह का नहीं है, वो पाला नामक जगह से त्रिवेंद्रम जा रहा है और कोट्टारकरा नामक जगह में वो लोग खाना खा रहे ആ हैं। മനുഷ്യന്റെ മുഖം വിളറി വെളുത്തു. और उस व्यक्ति का चेहरा जो है वो सूख गया। എന്ത് ചെയ്യണമെന്നറിയാതെ തകർന്നു. उसे नहीं पता भी क्या करना है, वो टूट गया। എല്ലാരും അത്ഭുതത്തോടെ നോക്കി നിൽക്കുക, ആരും അടുത്ത് വരുന്നില്ല. सब लोग चकित हो गए, सब लोग नहीं जानते कि अब क्या करना ഞാൻ चाहिए। എന്റെ ഭാര്യയോട് പറഞ്ഞു, പോയി പെട്ടെന്ന് കയ്യിൽ താങ്ങിയെടുത്ത് വെള്ളം കൊടുക്കാൻ പറഞ്ഞു. मैंने अपनी पत्नी से कहा कि जल्दी से उसके पास जाओ और उसे थोड़ा पानी पिलाओ। ഞാൻ ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു, ഞാൻ പ്രാർത്ഥിക്കട്ടോ, ഞാൻ ഒരു പാസ്റ്റർ ആണെന്ന് പറഞ്ഞു. मैंने उस युवा व्यक्ति से कहा कि मैं एक पास्टर हूं, मैं आपके लिए प्रार्थना करूं क्या? അവൻ നിരീശ്വരനാണെങ്കിൽ പോലും अगर वो नास्तिक है तो भी ആ സമയത്ത് അവൻ പ്രാർത്ഥിക്കാൻ പറയുമെന്ന് എനിക്കറിയാം. मुझे पता था कि वो प्रार्थना करने के लिए कहेगा। ഹോട്ടലാണെന്ന് ഞാൻ നോക്കിയില്ല. होटल है ये मैंने नहीं देखा। എന്നെ അറിയാവുന്ന ഒരുപാട് പേർ അവിടെ ഉണ്ടെന്ന് ഞാൻ നോക്കിയില്ല. കാര്യം എന്റെ നാടാണ്. मुझे जानने वाले कई लोग वहां मौजूद हैं, मैं इस पर ध्यान नहीं दे रहा ഞാൻ था। ആ സഹോദരന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. मैंने उस भाई के सर पर हाथ रख के प्रार्थना ആത്മനിറവിൽ പ്രാർത്ഥിച്ചു. की। मैंने आत्मा में भरकर प्रार्थना അന്യ की। ഭാഷയിൽ പ്രാർത്ഥിച്ചു. अन्य भाषा में प्रार्थना की ദൈവത്തിന്റെ കൃപ ദൈവങ്ങളുടെ മേൽ പകർന്നു. और उस बहन पर परमेश्वर का आशीष उतरा അത്ഭുതകരമായി അവൾ എഴുന്നേറ്റു. और वो अद्भुत तरीके से खड़ी हो गई। വളരെ പെട്ടെന്നുള്ള ഒരു മാറ്റം. और
बहुत ही अद्भुत तरीके से एक बदलाव आया। അവിടെ നിന്ന മുഴുവൻ ആളുകളും അത്ഭുത സ്തബ്ധരായി നോക്കി നിന്നു. वहां बैठे सभी लोग जो है चकित हो गए, देख रहे थे कि क्या हुआ ये। ഹോട്ടൽ നടത്തുന്നവൻ ഓടി വന്ന് കൈ തന്നു. और होटल का मालिक जल्दी से मेरे पास आया, मुझे हाथ പരിചയക്കാരൻ ചുറ്റും मिलाया। നിന്നവർ വന്ന് തോളിൽ തട്ടി. और कई लोग मेरे पास आए, मुझे शाबाशी ഒരു देकर रहे 15 थे। മിനിറ്റ് ആ സ്ത്രീ അവിടെ ഇരുത്തി. और कुछ समय के लिए 15 मिनट के लिए वो बहन वहां बैठी रही। ആ കുടുംബവുമായി സംസാരിച്ചു. मैंने उस परिवार से बात किया। ഒരു പ്രയാസവുമില്ലാതെ 100% ഓക്കെ ആയിട്ട് അവരവിടെ നിന്ന് തിരുവനന്തപുരത്തേക്ക് യാത്രയായി. कोई तकलीफ नहीं थी और बिना तकलीफ के वे लोग वहां से त्रिवेंद्रम की ओर चले गए। അതിനു മുമ്പ് അവർക്കൊരു പ്രയാസം ഉണ്ടായിട്ടില്ല. उसके पहले भी कोई मुश्किल नहीं आई। കൃപയാൽ അതിന് ശേഷം ഉണ്ടായിട്ടില്ല. उसके ऐसा कोई भी अवस्था उनके पास नहीं എന്നാൽ था। ആ സമയത്ത് ഉണ്ടായത് അവർക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ. നെഞ്ചിനകത്തൊരു പിടപ്പ്, വേദനയല്ല, ഒരു അസ്വസ്ഥത, അങ്ങനെയുള്ളതായ ഒരു പ്രത്യേക അനുഭവത്തിലാണ് അവർ പിടഞ്ഞ് തറയിൽ വീണത്. लेकिन अचानक से हृदय के अंदर कुछ गड़बड़ी हुई और वे अचानक से वो बहन वहां पर गिर गई। സാഹചര്യങ്ങളെ നോക്കി പകച്ചു നിൽക്കരുത്. परिस्थिति को देखकर आप जो है डगमगा ना जाएं। ദൈവത്തിന്റെ നിയോഗം നിന്റെ മേലുണ്ടെങ്കിൽ, परमेश्वर की नियुक्ति आपके ऊपर है तो, ദൈവത്തിന്റെ നിയോഗം നിന്റെ മേലുണ്ടെങ്കിൽ, परमेश्वर की नियुक्ति आपके ऊपर है तो സ്ഥലത്തിനും കാലത്തിനും പ്രത്യേകതയില്ല. स्थान और हालात वहां पर मायने नहीं रखते। പക്ഷെ അവിടെ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ കൃപ അനേകരെ ദൈവത്തിലേക്ക് നയിക്കാൻ കാരണമായി लेकिन തീരും. वहां पर उपस्थित परमेश्वर के आशीष जो है कई लोगों को विश्वास में ला सकता ഞാൻ है। മനസ്സിലാക്കുന്നു അവിടെ ഉണ്ടായിരുന്ന ഒരാളുടെയും മനസ്സിൽ നിന്ന് അടുത്ത കാലത്ത് ആ സംഭവം മറക്കില്ല. मैं विश्वास करता हूं कि वहां उपस्थित लोगों के मन से ये घटना अभी तक नहीं गई होगी। നാണിച്ചു പുറകോട്ട് മാറരുത്. शर्म खाकर पीछे ना हटे, മടിച്ചു പുറകോട്ട് മാറരുത്. आलस दिखाकर पीछे ना हटे, എനിക്ക് കഴിവില്ലെന്ന് പറഞ്ഞ് പുറകോട്ട് മാറരുത്. मैं कर नहीं सकता ये कहकर पीछे ना हटे, എനിക്കതിന് കൃപയില്ലെന്ന് പറഞ്ഞ് പുറകോട്ട് മാറരുത്. मेरे पास ये करने का सामर्थ्य नहीं ये बोलकर पीछे ना हटे। നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ, अगर आपके अंदर विश्वास है तो, നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ, अगर आपके पास विश्वास है तो, നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ, अगर विश्वास है तो ദൈവത്തിന്റെ കൃപ ദൈവം നിന്റെ മേൽ പകരും. परमेश्वर का कृपा आपके ऊपर उतरेगा। സാധാരണക്കാരനായ നിന്നെ साधारण व्यक्ति हैं आप, അസാധാരണമായി आपको असाधारण तरीके ദൈവം से ഉപയോഗിക്കും. परमेश्वर नियुक्त करेगा। അത് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? आप में से कितने लोग इस पर विश्वास करते हैं? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. हालेलुया। സാധാരണക്കാരനായി എന്നെ ദൈവം അസാധാരണമായി ഉപയോഗിക്കാൻ പോകുന്നു. അതിനായി ഞാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന് ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന എത്ര പേരുണ്ട്? അങ്ങനെയുള്ളവർ നിങ്ങളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് കരങ്ങളെ അടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിപ്പാൻ കഴിയുമോ? मैं साधारण हूं लेकिन परमेश्वर मुझे असाधारण तरीके से इस्तेमाल कर सकता है। ऐसा विश्वास करने वाले सभी लोग तालियां बजाकर परमेश्वर के सामने आराधना करें। ഡബൽ ഖനബൗഡല ഹന്ദുരാലക ജഗഡഗൽ ഖനാദര. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അസാധാരണമായി ദൈവം നിന്നെ ഉപയോഗിക്കും. असाधारण तरीके से परमेश्वर आपको इस्तेमाल ദൈവ करेगा। സഭയിൽ ഒരു ഉണർവുണ്ടാകണമെങ്കിൽ कलीसिया में अगर बेदारी आनी है तो ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം सबसे बड़ा कारण यह है വ്യക്തിപരമായി നീ ആളുകളെ കാണും. आप व्यक्तिगत तौर पर लोगों से मिले। വ്യക്തിപരമായ സുവിശേഷീകരണമാണ് സഭയുടെ വളർച്ചയ്ക്ക് ഏറ്റവും പ്രധാനമായി ദൈവം കാണുന്നു. व्यक्तिगत तौर पर लोगों के बीच में जाकर सुसमाचार सुनाना ये परमेश्वर के लिए एक बड़ा कार्य है। പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തല പ്രവൃത്തികൾ നാം പഠിക്കുമ്പോൾ प्रेरितों के काम में जब हम देखते हैं ആദിമ നൂറ്റാണ്ടിലെ സഭയുടെ ചില പ്രത്യേകതകൾ നമുക്ക് മനസ്സിലാക്കാനായി കഴിയും. पहली शताब्दी में कलीसिया के कई विशेषताओं को हम देखते हैं ആധുനിക സഭയുടെ ചില പ്രത്യേകതകൾ. और आज की कलीसिया के लिए जरूरी जो है അവിടെ പല विशेषता കാര്യങ്ങൾ है। നമുക്ക് മനസ്സിലാക്കാനായി കഴിയുന്നു. कई चीजों को हम वहां समझ सकते हैं। അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 46-ാമത്തെ വാക്യം. और प्रेरितों के काम 2 अध्याय उसका 46वां वाक्य, ആ സഭ वो कलीसिया ദിനംപ്രതി ദൈവാലയത്തിൽ കൂടി വരികയും അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും കൊണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിൻ്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു.
वे प्रतिदिन एक मन होकर मंदिर में इकट्ठे होते थे और घर घर रोटी तोड़ते हुए आनंद और मन की सीधाई से भोजन करते थे और परमेश्वर की स्तुति करते थे और सब लोग उनसे प्रसन्न थे। രണ്ട് വാചകം ഞാൻ അതിൽ എടുത്തു പറയാം. दो बातों को मैं आपके बीच में रखना चाहता हूं। ദിനം പ്രതി കൂടി വരുന്ന സഭ, प्रतिदिन इकट्ठा होने वाली कलीसिया ദൈവവുമായുള്ള കൂട്ടായ്മയാണ്. परमेश्वर के साथ एक सहभागिता। ഒരുപക്ഷെ എല്ലാ ദിവസവും നിങ്ങളുടെ സഭയ്ക്ക് ഒരുമിച്ച് കൂടാൻ കഴിയില്ല. जरूरी नहीं है कि आपकी कलीसिया प्रतिदिन इकट्ठा हो पाए। വരാൻ പറ്റുന്ന ആളുകൾക്ക് പറ്റുന്ന ഒരു സമയത്ത് കടന്നു വന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കത്തക്കതുപോലെ സഭയിൽ ഒരവസരം നാം ഉണ്ടാക്കി കൊടുക്കണം. लेकिन जब लोग प्रतिदिन आ सकते हैं, ऐसा समय ढूंढकर, ऐसे हालात को ढूंढकर लोगों को कलीसिया में इकट्ठा करना അങ്ങനെ जरूरी है। ചെയ്യുന്ന പല സഭകളുമുണ്ട്. ऐसे करने वाले कई कलीसियाएं हैं। എനിക്ക് പ്രാദേശിക സഭയുടെ ശുശ്രൂഷ ഉണ്ടായിരുന്ന സമയത്ത്, मेरे पास जब कलीसिया की सेवकाई थी तब അത് നല്ലൊരു കാലത്തും उस अच्छे समय में, എന്ന് പറഞ്ഞാൽ കൂടുതൽ സമയം, जब ज्यादा समय रहता था, എല്ലാ ദിവസവും രാവിലെ കടന്നു വരാൻ കഴിയുന്ന വിശ്വാസികൾ 6 മണിക്ക് ഹാളിൽ വന്ന് 7 വരെയും 7:30 വരെയും 8 വരെയും ഒരുമിച്ച് പ്രാർത്ഥിപ്പാൻ അവസരം ഉണ്ടാക്കിയിട്ടുണ്ട്. उस समय मैंने उनको मौका दिया था कि रोज सुबह 6 बजे से आकर 7, 7:30, 8 बजे तक लोग इकट्ठा होकर प्रार्थना कर सके। ആ പ്രാർത്ഥന നടന്നിരുന്ന സമയത്ത്, കൂടിവരവ് നടന്നിരുന്ന സമയത്ത് ആ സഭകളിൽ അസാധാരണമായ ദൈവപ്രവൃത്തി വെളിപ്പെടുകയും രോഗശാന്തി ഉണ്ടാവുകയും പുതിയ ആളുകൾ സ്നാനപ്പെട്ട് ദൈവസഭയോട് ചേരുകയും ചെയ്തിട്ടുണ്ട്. ऐसे सेवकाई जब हो रही थी, कई नए लोग विश्वास में आए, कई लोगों का बपतिस्मा हुआ, कई अद्भुत कार्य कलीसिया में हुए। ഒരുമിച്ച് കൂടണം. प्रतिदिन इकट्ठा होना, ആരാധനയിലെ ആഴ്ചയിലെ ഒരു കൂടൽ മാത്രമല്ല, आराधना करने के लिए हफ्ते के सिर्फ एक दिन इकट्ठा होना नहीं। സഭ ദൈവത്തിന്റെ തോട്ടമാണ്. कलीसिया जो है परमेश्वर का बगीचा है। ആ തോട്ടത്തെ ദൈവം അതിന്റെ പരിപാലനത്തിനു വേണ്ടി പ്ലോട്ടുകളായി തിരിച്ചിട്ടുണ്ട്. और परमेश्वर ने जो है उस बगीचे को अलग अलग हिस्सों में बांट रखा है। അതിലെ ഏറ്റവും ചെറിയ പ്ലോട്ടാണ് കുടുംബം. और उसमें से छोटा एक हिस्सा है परिवार। അപ്പനും അമ്മയും മക്കളും മരുമക്കളും കൊച്ചുമക്കളും ഒക്കെ ചേർന്ന ഒരു കുടുംബം ദൈവത്തിന്റെ സഭയുടെ ഏറ്റവും ചെറിയ പ്ലോട്ടാണ്. माता पिता बच्चे सारे परिवार के लोग जो है इकट्ठा होने वाला एक भाग। ഓരോ കുടുംബത്തിലും നടക്കുന്ന പ്രാർത്ഥന സഭയുടെ പ്രാർത്ഥനയ്ക്ക് തുല്യമായിരിക്കണം. ചടങ്ങ് പോലെയല്ല. ദൈവസന്നിധിയിലിരുന്ന് ഹൃദയ നുറുക്കത്തോടെ അവിടെയുള്ള ആളുകൾ ആത്മാവിന്റെ ഐക്യതയോടെ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ദൈവത്തോട് പ്രാർത്ഥിപ്പാൻ കഴിയണം. और जो है परिवारों में होने वाली प्रार्थना साधारण तरीके से नहीं, बल्कि कलीसिया में जिस प्रकार होती है, आत्मा में भरकर एक बड़े बोझ के साथ होने वाली प्रार्थना होनी चाहिए। 6-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, 6वें अध्याय के पहले वाक्य में हम അത് पढ़ते हैं, കരുതുന്ന സഭയായിരുന്നു. वो जो है ध्यान देने वाली കെയറിംഗ് कलीसिया, ചർച്ചായിരുന്നു. वो ध्यान देने वाली कलीसिया അവിടെ थी। തങ്ങളുടെ വിധവമാരെ ദിനം പ്രതിയുള്ള ശുശ്രൂഷയിൽ ഉപേക്ഷയായി വിചാരിച്ചു എന്ന് യവന ഭാഷക്കാർ എബ്രായ ഭാഷക്കാരുടെ നേരെ പിറുപിറുത്തെന്നും അങ്ങനെ കരുതലിന് വേണ്ടി ഒരു വഴി ഒരുക്കിയെന്നും എഴുതിയിട്ടുണ്ട്. और हम देखते हैं जब यूनानी भाषा वाले लोग और इब्रानी भाषा वाले लोगों के बीच में कुड़कुड़ाना हुआ, विधवाओं का ध्यान जब नहीं दिया जा रहा था, तब वहां पर उस समस्या को परिहार करने के लिए ध्यान देने वाली कलीसिया के रूप में वे खड़े हुए। വിശ്വാസികളുടെ ആത്മീയവും ഭൗതികവുമായ വിഷയങ്ങളിൽ അവർക്കുണ്ടാകുന്നതായ ഇല്ലായ്മയിൽ അവരെ കരുതുകയും അവരെ സ്നേഹിക്കുകയും അവരെ നിലനിർത്തുകയും ചെയ്യുവാൻ നമ്മുടെ സഭകൾക്ക് കഴിയണം. हमारी कलीसिया है लोगों के आत्मिक और भौतिक विषयों में कार्य करने वाली, उनका ध्यान देने वाली कलीसियाओं के रूप में बदले। എന്റെ ചെറിയ പ്രായത്തിൽ ഞങ്ങളുടെ ദേശത്ത് मेरे छोटे उम्र में मेरे गांव में ഒരു സഭയിൽ ഒരു രോഗി ഉണ്ടായാൽ एक कलीसिया में अगर एक रोगी रहता था, മുഴുവൻ സഭയും അവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കും. पूरी कलीसिया इकट्ठा होकर प्रार्थना करती। പാസ്റ്റർ അവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കും. परमेश्वर के दास वहां आकर प्रार्थना ആ करते। പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടോ? और उस प्रार्थना का कोई फल रहता था क्या? ഞാൻ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്ത് मैं एक छात्र था तब ഞങ്ങളുടെ സഭയിലെ ഒരു അമ്മച്ചിക്ക് അസുഖമായി. एक हमारी कलीसिया में एक बूढ़ी अम्मा जो है बीमार पड़ गई മരണത്തോടടുത്തു. और वो जो है मृत्यु के पास तक आ गई। കട്ടിലിൽ മലർന്നു കിടക്കുകയാണ്. वो अपने बिस्तर पर लेटी हुई है। കഴുത്തുവരെ ഒരു വെള്ള
പുതപ്പ് കൊണ്ട് പുതച്ചിട്ടുണ്ട്. और गले तक एक सफेद चादर उनके ऊपर കൈകാലുകൾ ചലിക്കുന്നില്ല. और उनके हाथ पैर चल नहीं रहे हैं. കൈകാലുകൾ ചലിക്കുന്നില്ല. हाथ पैर चल नहीं रहे हैं. അവിടെ ഈ ഗ്ലൂക്കോസ് കലക്കിയ വെള്ളം ഒരു ചെറിയ സ്റ്റീൽ ഗ്ലാസ്സിലുണ്ട്. ഒരു തുണിക്കഷ്ണം അതിൽ മുക്കിയിട്ട് ഈ അമ്മച്ചിയുടെ ചുണ്ട് ഒന്ന് മാറ്റി അതിനകത്തേട്ട് 1-2 തുള്ളി വീതം ഇറ്റിച്ചു കൊടുക്കും. और वहां पर एक स्टील ग्लास में ग्लूकोज का पानी है, उसमें एक कपड़े को डुबाकर उस बूढ़ी अम्मा के जो है होठों पर उसको अलग करके उनके मुंह में 1 या 2 बूंद जो है डालकर उनको तृप्त करते हैं. ഒരാഴ്ചയിലധികമായി ഈ നിലയിൽ മാനുഷികമായി നോക്കുമ്പോൾ മരണത്തെ മുഖാമുഖം കണ്ടുകിടക്കുന്ന ആ അമ്മച്ചിയുടെ രോഗശാന്തിക്ക് വേണ്ടി ദൈവസഭ പ്രാർത്ഥിക്കുക. लगभग 1 हफ्ते इस प्रकार से पड़ी हुई इस अम्मा के जीवन में जो है कलीसिया इकट्ठा होकर प्रार्थना करने आए. എന്ത് സംഭവിക്കുന്നെന്നറിയാൻ ചുറ്റുമുള്ള ആളുകളെല്ലാം രാത്രിയും അർദ്ധരാത്രിയും വന്ന് നിൽക്കുകയാണ്. और रात तक लोग इकट्ठा रहते थे कि यहाँ पर क्या होने वाला है वो देखने के लिए. ഒരു രാത്രിയിൽ एक रात 1 മണി കഴിഞ്ഞപ്പോൾ जब रात के 1 बज गए तब എല്ലാവരും നിലവിളിച്ചും പ്രാർത്ഥിച്ചും ഇരിക്കുമ്പോൾ सब लोग रो रो कर विलाप करके जो है प्रार्थना कर रहे हैं. ഒരു കൊടും മുഴക്കം കേട്ടു. एक बड़ी आवाज वहां उठी. കൊച്ചുകുട്ടിയായിരുന്നു ഞാൻ, പെട്ടെന്ന് ഞെട്ടിപ്പോയി. मैं छोटा बच्चा था, मैं अचानक से घबरा गया. കണ്ണു തുറന്നു നോക്കിയപ്പോൾ मैंने जब आंख खोल कर देखा था, സംസാരിക്കാൻ വയ്യാതെ बोल नहीं सकती, കണ്ണുകൾ അടച്ച് आंखों को बंद करके, കൈകാലുകൾ ചലിക്കാതെ हाथ पैर चल नहीं सकता है മരിച്ചു കിടക്കുന്നതിന് തുല്യമായി और मर गए उस अवस्था में ആ അമ്മച്ചി ചാടി എഴുന്നേൽക്കുകയാണ്. वो बूढ़ी अम्मा उठ खड़ी हुई. അവർ പറഞ്ഞ അന്യഭാഷയുടെ ശബ്ദം ആ മുറിയിൽ ഒരു പ്രകമ്പനമായി മാറി. और वो उठ खड़ी होकर अन्य भाषा में आराधना करने लगी और उसके द्वारा उस कमरे में बदलाव आया. എല്ലാവരും ഞെട്ടിപ്പോയി. और उस ध्वनि के द्वारा सब लोग जो है आश्चर्यचकित हो गए. ദൈവാത്മാവിന്റെ അസാധാരണ പ്രവൃത്തി അവിടെ വെളിപ്പെട്ടു. पवित्र आत्मा का असाधारण कार्य वहां पर प्रकट हुआ. അയ്യോ, എന്ത് സംഭവിക്കുന്നെന്നറിയാൻ ഒറ്റുനോക്കാൻ വാതുക്കൽ നിന്ന ആളുകൾ, ചുറ്റും നിന്ന ആളുകൾ, റോഡിൽ നിന്ന ആളുകൾ, അവിടെ നിന്നവരെ അമ്മച്ചി കണ്ടില്ല. അവരുടെ പേര് ഉച്ചത്തിൽ വിളിച്ചിട്ട് അവരോട് പ്രവചിച്ചു. और वहां पर बाहर इकट्ठा हुए लोग जो है वे आश्चर्यचकित हो गए. वे उस कमरे के पास में आए तो उन्होंने देखा कि ये बूढ़ी अम्मा जो है उन लोगों का नाम ले लेकर भविष्यवाणी कर रही है. അതേ കരുതുന്ന ഒരു സഭയിലുണ്ടായ ഒരു അത്ഭുതമാണിത്. ध्यान देने वाली कलीसिया में होने वाला एक कार्य है ये. ആ പ്രിയ മാതാവ് വീണ്ടും ആരോഗ്യവതിയായി എഴുന്നേറ്റു. और वो माता जो है फिर से स्वास्थ्य होकर കുറേശ്ശെ അല്ല, ആ രാത്രിയിൽ തന്നെ ആ അമ്മച്ചി കാപ്പിയിട്ട് അവിടെ എല്ലാവർക്കും തന്നു. धीरे धीरे नहीं, लेकिन एक ही रात में वो चंगी हुई और लोगों के लिए उन्होंने चाय बनाया. 2 കൊല്ലം കഴിഞ്ഞപ്പോൾ അമ്മച്ചി ഒരു മകനെ കൂടെ പ്രസവിച്ചു. और 2 साल के बाद जो है എന്റെ ദൈവം ജീവിക്കുന്നു. उन्होंने, हमारा परमेश्वर जीवित है. 2 വർഷം കഴിഞ്ഞപ്പോൾ ആ അമ്മച്ചി ഒരു മകന് കൂടെ ജന്മം നൽകി. और 2 साल बाद जो है उस माता ने एक बेटे को जन्म दिया. അത്ഭുതങ്ങളുടെ ദൈവം ജീവിക്കുന്നു. हाँ, अद्भुत करने वाला परमेश्वर आज जीवित है. സഭയെ അമ്മച്ചിയെ കരുതിയപ്പോൾ, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ, നിലവിളിച്ചപ്പോൾ അവരിലൂടെ ആ ദേശത്ത് അത്യത്ഭുതങ്ങൾ നടന്നു. ध्यान देने वाली कलीसिया जब प्रार्थना करने के लिए इकट्ठा हुई तो वहां पवित्र आत्मा के बड़े बड़े कार्य प्रकट हुए. പല ആളുകളുടെ മാനസാന്തരത്തിന് ആ രോഗശാന്തി ഒരു കാരണമായി തീർന്നു. कई लोगों के उद्धार के लिए वो छुटकारा कारण बना. നിന്റെ സഭ ചലിക്കുന്ന ഒരു സഭയായി തീരും. आज कलीसिया जो है कार्य करने वाली कलीसिया के रूप में അടുത്തത് 2-ാം അധ്യായത്തിന്റെ 47-ാം വാക്യം. अगला चीज है 2रा अध्याय, ആത്മാക്കളെ നേടുന്ന സഭയായിരിക്കണം. आत्माओं को जो है जीतने वाली कलीसिया बनना. 17-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം. और 17 अध्याय उसका 11वां वाक्य. അവർ ദിനംപ്രതി തിരുവെഴുത്തുകളെ അങ്ങനെ തന്നെയോ എന്ന് പരിശോധിച്ചു. और हर दिन वे जो है वचन को ग्रहण करके ये ऐसा ही लिखा है कि नहीं वो परखते थे. കേട്ടുപോവുക മാത്രമല്ല, सिर्फ सुनने वाले ആ नहीं, ദൈവത്തിന്റെ വചനത്തെ उस वचन को
ധ്യാനിപ്പാൻ, उस पर मनन करने ആ वाले, വചനത്തെ പരിശോധിപ്പാൻ, उस वचन को परखने जांचने ആ वाले, വചനപ്രകാരം നിന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ अपने आप को उस वचन के अनुसार समर्पित करने वाले ദൈവമേ നിനക്ക് കഴിയണം. परमेश्वर के लोग, क्या आप तैयार हैं? അടുത്തതായിട്ട് 16:5 നാം കാണുന്നു, अगला आप 16वें अध्याय उसके 5वें वाक्य the में देखते हैं, increased in number, वो जो है संख्या में प्रतिदिन അവർ बढ़ने लगे, എണ്ണത്തിൽ പെരുകിക്കൊണ്ടിരുന്നു. वे संख्या में बढ़ने लगे. ഓരോ ദിവസവും അവിടെ എഴുതിയിരിക്കുന്നത് ദിനം പ്രതി ദിനം പ്രതി ദിനം പ്രതി എണ്ണത്തിൽ പെരുകിക്കൊണ്ടിരുന്നു. वे प्रतिदिन संख्या में बढ़ने लगे. അയ്യോ, നമ്മുടെ സഭകൾ ദിനം പ്രതി എണ്ണത്തിൽ പെരുകുമെന്നേ. हमारी कलीसियाएं भी प्रतिदिन संख्या में बढ़ेंगी. അതിനർത്ഥം ആഡ് ചെയ്തെന്നല്ല, കൂടിക്കൊണ്ടിരുന്നല്ല, മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരുന്നു. ऐसा नहीं है कि वो सिर्फ इकट्ठा होकर चले जाते थे, बल्कि वो जो है संख्या में बढ़ते गए. ഇന്ന് 5 വന്നു, നാളെ 5 കൂടെ വന്ന് 10 എന്നല്ല. आज 5 आए, कल 5 आए और मिलकर 10 बन गए, ये नहीं. ഇന്ന് 5 വന്നു, നാളെ 5 ഗുണം 5 25 വന്നു. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സഭ. आज 5 आए, कल 5 और मतलब 25 गुना बढ़ गया, ऐसा संख्या होना चाहिए. സംഖ്യയിൽ വർദ്ധിച്ചെങ്കിലും, संख्या अगर लोग नहीं आए तो, മൾട്ടിപ്ലൈ ചെയ്തെങ്കിലും, अगर संख्या का हो गया तो സഭയുടെ പ്രത്യേകത ഒരു മനസ്സുള്ള സഭയായിരുന്നു. कलीसिया जो है एक मन होने वाली कलीसिया, ദൈവ ശബ്ദത്തിന് വിധേയപ്പെടുന്ന സഭയായിരുന്നു. परमेश्वर के वचन के अनुसार चलने वाली ദൈവം सभा, ദൈവദാസന്മാരുടെ അരുളി ചെയ്യുന്നത് അനുസരിക്കുന്ന സഭയായിരുന്നു. परमेश्वर के दासों के द्वारा कहने वाले वचन को पालन करने അവിടെ वाली രണ്ട് कलीसिया. മനസ്സില്ലായിരുന്നു, वहां पर दो मन नहीं രണ്ട് थे, ചിന്തകളില്ലായിരുന്നു, वहां दो विचार नहीं थे, അതുകൊണ്ട് തർക്കങ്ങളില്ലായിരുന്നു, वहां तर्क वितर्क नहीं था, വഴക്കുകളില്ലായിരുന്നു, वहां पर झगड़े नहीं थे, പിളർപ്പുകളില്ലായിരുന്നു. वहां पर किसी प्रकार के झगड़े नहीं അതുകൊണ്ട് थे. പിശാചിനകത്ത് കയറാൻ കഴിയില്ലായിരുന്നു. इसलिए शैतान वहां पर अंदर नहीं आ सकता था. ദൈവത്തിന്റെ സഭ ഒരു മനസ്സുള്ള സഭയായിരിക്കണം. परमेश्वर की कलीसिया एक मन की कलीसिया बनना है. അയ്യോ, അടുത്തതായി വായിക്കുന്നത് 2-ാം അധ്യായം 47-ാം വാക്യത്തിന്റെ ആദ്യ ഭാഗം. अगला जो है दूसरा अध्याय उसका 47वां वाक्य में हम देखते ആ हैं, സഭ ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും കൊണ്ട് ദൈവത്തെ സ്തുതിച്ചു മഹത്വപ്പെടുത്തുന്ന സഭയായിരുന്നു. They were magnified the Lord. वे लोग परमेश्वर की स्तुति करते थे और सब लोग प्रसन्न रहते थे. അവർ ദൈവത്തിന്റെ മഹത്വത്തെ വെളിപ്പെടുത്തി. वे लोग परमेश्वर की महिमा को प्रकट कर रहे थे. പാസ്റ്ററെ അല്ല വെളിപ്പെടുത്തിയത്, वहां पर पास्टर की महिमा नहीं कर रहे थे. ലീഡറുടെ മഹത്വമല്ല വെളിപ്പെടുത്തിയത്. वहां पर किसी नेता की महिमा नहीं कर रहे हैं. ലീഡറെ എവിടെ ഉയർത്തുന്നുവോ അവിടെ ദൈവനാമം പരാജയപ്പെടും. जहां पर आप किसी नेता की महिमा करते हैं, वहां पर परमेश्वर का ലീഡറെ कार्य എവിടെ रुक जाता है. ഉയർത്തുന്നുവോ അവിടെ സഭ പരാജയപ്പെടും. जहां पर किसी नेता की आराधना करते हैं, वहां पर कलीसिया गिर जाता है. നേതാവിനെ എവിടെ ഉയർത്തുന്നുവോ അവിടെ പിശാചൊപ്പം ഇടിച്ചു കയറും. जहां पर नेता की महिमा करते हैं, वहां पर शैतान अंदर घुस के कार्य करता है. മഹത്വം ദൈവത്തിന്, महिमा सिर्फ और सिर्फ परमेश्वर മഹത്വം की. ദൈവത്തിന്, महिमा सिर्फ और सिर्फ परमेश्वर മഹത്വം की. ദൈവത്തിന്. महिमा सिर्फ और सिर्फ परमेश्वर അവർ की. ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും ഉണ്ട്. वे लोग परमेश्वर के प्रति प्रसन्न होकर അവർ स्तुति करते हैं. സന്തോഷമുള്ളവരായിരുന്നു, ഹൃദയത്തിൽ പരമാർത്ഥതയുള്ളവരായിരുന്നു. वे लोग सच्चे थे और मन में प्रसन्नता लेकर चलने वाले थे. Praise the Lord. परमेश्वर की स्तुति हो. പക്ഷേ എങ്കിലും അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി, അതിന്റെ നടുവിൽ ഉല്ലാസത്തോടും ഹൃദയ പരമാർത്ഥതയോടും കൂടെ. और वहां भी वो लोग परमेश्वर की आराधना करते थे, प्रसन्न होकर उसकी आराधना करते थे. ഞാൻ പറഞ്ഞ ഒരു വാചകം വീണ്ടും ആവർത്തിക്കട്ടെ. मैंने कहा एक और वाक्य मैं फिर दोहराना चाहूंगा. The church was multiplied. कलीसिया संख्या में बढ़ने लगी. പെരുകിക്കൊണ്ടിരുന്നു. कलीसिया संख्या में बढ़ने लगी. അയ്യോ പ്രിയമുള്ളവരെ, मेरे प्रिय लोगों, കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ഭൂമിയിൽ വന്നു. प्रभु यीशु मसीह हमारे लिए इस संसार में, നമുക്ക് വേണ്ടി അവൻ കാൽവറിയിൽ യാഗമായി. हमारे लिए क्रूस पर बलिदान हो അവൻ गए. മരണത്തെയും പാതാളത്തെയും അതിജീവിച്ച് ഉയർത്തെഴുന്നേറ്റു. मृत्यु और पाताल के ऊपर विजय प्राप्त അവൻ किया. സ്വർഗ്ഗോന്നതങ്ങൾ നമുക്കായി और स्वर्ग में हमारे लिए പിതാവിനോട് മധ്യസ്ഥത അണയ്ക്കുകയാണ്. वो पिता के सामने हमारे लिए मध्यस्थता कर रहे हैं. തനിക്കായി കാത്തിരിക്കുന്ന തന്റെ ജനത്തെ ചേർക്കുവാൻ യേശു വേഗം വരുന്നു. उसके लिए जो इंतजार कर रहे हैं उन लोगों को अपने साथ लेने के लिए യേശു यीशु വേഗം आ रहा വരുന്നു. है. यीशु मसीह जल्दी आ रहा ആ है. യേശുവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കണം. उस यीशु मसीह के
आगमन के लिए हम तैयार रहे। സഭ ഭൂമിയിലായിരിക്കുമ്പോൾ कलीसिया जब इस पृथ्वी पर है, യേശുവിന്റെ സാന്നിധ്യം നിന്നോട് കൂടെയുണ്ട്. प्रभु यीशु मसीह की उपस्थिति हमारे बीच में, യേശുവിന്റെ സാന്നിധ്യം നിന്നോട് കൂടെയുണ്ട്. प्रभु यीशु मसीह की उपस्थिति हमारे बीच में, യേശുവിന്റെ സാന്നിധ്യം നിന്നോട് കൂടെയുണ്ട്. आपके साथ प्रभु यीशु मसीह की उपस्थिति ഇന്ന് है। പകൽ യേശുവിന്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. आज सुबह प्रभु यीशु मसीह की उपस्थिति यहाँ है। നിന്റെ സഭ കൂടി വരുമ്പോൾ യേശുവിന്റെ സാന്നിധ്യം അവിടെയുണ്ട്. आपकी कलीसिया इकट्ठा होती है, वहाँ प्रभु यीशु അവിടെ मसीह की അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കും. वहाँ अद्भुत कार्य और चमत्कार അവിടെ होंगे, വീര്യപ്രവർത്തികൾ നടക്കും. वहाँ महान कार्य प्रकट होंगे, അവിടെ യേശുവിന്റെ നാമത്തിലുള്ളതായ ദൈവിക പ്രവർത്തികൾ വെളിപ്പെടുവാനിടയായി. वहाँ प्रभु यीशु मसीह के नाम में बड़े बड़े कार्य होंगे। ഇവിടെ നടക്കുന്നതിനേക്കാൾ വലുത്, यहाँ होने वाले कार्यों से बढ़कर ഇവിടെ നിന്റെ സഭയിൽ നടക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിത്യതയ്ക്ക് വേണ്ടി ജനത്തെ ഒരുക്കുക എന്നുള്ളതാണ്. आपकी कलीसिया में सबसे बड़ा कार्य जो होना है वो यह है कि आप लोगों को अनंत जीवन के लिए तैयार അതിനേക്കാൾ വലുത് വേറൊന്നില്ല. करें। उससे बढ़कर और कुछ भी नहीं है। എന്നാൽ ഏറ്റവും വലിയ പ്രത്യാശ, लेकिन सबसे बड़ी आशा, തനിക്കായി കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കുവാൻ യേശുവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുകയാണ്. ആ പ്രതീക്ഷയുള്ള എല്ലാ ദൈവമക്കളും കരങ്ങളെ അടിച്ച് അല്പസമയം ദൈവത്തെ ഒന്ന് സ്തുതിക്കുമോ? उसके इंतजार करने वाले लोगों को अपने साथ ले जाने के लिए प्रभु यीशु मसीह जल्दी आने वाला है। ऐसा विश्वास करने वाले लोग अब तालियां बजाकर प्रभु यीशु मसीह की आराधना करें। ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ. हालेलुया। ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. परमेश्वर हमें इन वचनों के द्वारा आशीषित താങ്ക് യു. करे। ഗോഡ് ബ്ലസ് യു. परमेश्वर आपको आशीषित करे।